السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين في الدارين. بسم الله العليم القدرة والشان، شديد البطش والبرهان، حافل الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان. وما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى. قال الله عز وجل: يا أيها الناس أفشوا السلام وأطعموا الطعام وصلوا الأرحام وصلوا بالليل والناس نيام تدخلوا الجنة بسلام. قال رسول الله: يا خير من دفنت بالقاء يعلمه فطاب من طيبهن الكاه واللكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم. يا ربي بالمصطفى بلغ مقاصدنا، يا ربي بالمصطفى بلغ مقاصدنا، يا ربي بالمصطفى بلغ مقاصدنا. واغفر لنا ما مضى يا واسع الكرم. صل مولاي صل وسلم. ഏറെ ആദരണീയരും ബഹുമാന്യരും, നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ പ്രാരംഭത്തിൽ ഭക്തിനിർഭരമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി, ചെറുതാണെങ്കിലും വളരെയധികം അർത്ഥകർമ്മമായ ഉപദേശം നൽകി മഹൽ സംഗമം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ നാടിന്റെ ആദരണീയരായ ഖത്തീബ്, അഭിമന്യരായ ഉസ്താദ് ബഹുമാനപ്പെട്ട മുസ്തഫ ഫൈലി ഫാത്തൂർ, പരിപാടിയുടെ പ്രാരംഭത്തിൽ നമ്മുടെ ഈ മഹത്തായ സംഗമം ആധികാരികമായി ഔപചാരികമായി പ്രൗഢമായ നിലക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ ഈ മഹല്ലത്തിന്റെ പ്രഗത്ഭരായ സദർ മുഅല്ലിം, അനുഗ്രഹീത സംഘാടകനും എല്ലാത്തിനേക്കാളുപരി എന്റെ ആത്മസുഹൃത്തും എന്റെ വലിയ ഗുണകാംക്ഷയുമായിട്ടുള്ള ഏറെ പ്രിയപ്പെട്ട പരിശപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഖാദർ യമാനി, നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായ നിലക്ക് സ്വാഗതം പറഞ്ഞ നമ്മുടെ ജമാഅത്തിന്റെ ആദരണീയനായ കാര്യദർശി പ്രിയപ്പെട്ട നവാസ്, നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ, ചരിത്രമുറങ്ങുന്ന നമ്മുടെ ഈ മഹല്ലത്തിന്റെ പ്രഗത്ഭനായ പ്രസിഡന്റ്, ഏറെ ആദരണീയനായ പ്രിയപ്പെട്ട അബ്ദുൾ റസാഖ് സാഹിബ്, നമ്മുടെ ഈ മഹത്തായ വേദിയിലെ അനുഗ്രഹീത സാന്നിധ്യമാകുന്ന മദ്രസ മാനേജ്മെന്റ് ഗ്രൂപ്പ് റേഞ്ചിന്റെ ഇതിന്റെ പ്രഗത്ഭനായ പ്രധാന കാര്യദർശി, നമ്മുടെ ഉമറാക്കളിൽ ഏറെ പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള ആദരണീയരായ എം എ അബൂബക്കർ സാഹിബ്, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, പണ്ഡിതന്മാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, പരിപാടി ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികൾ, അള്ളാഹു റബ്ബ് തആല നമ്മുടെ ഈ ഒത്തുകൂടൽ, നമ്മുടെ ഈ സംഗമം അള്ളാഹു പൊരുത്തപ്പെട്ട വരമലായി കബൂൽ ചെയ്യട്ടെ. ആമീൻ.
ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, സഹായിച്ച, സഹകരിച്ച, നേതൃത്വം കൊടുത്ത, ഉപദേശ നിർദ്ദേശങ്ങള്, സലഹമായിത്തികളൊക്കെയും കൊടുത്ത് ഈ പരിപാടിയിൽ സംബന്ധിച്ച് ഇതിനുവേണ്ടി എല്ലാ നിലക്കും വിജയിപ്പിച്ച, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അള്ളാഹു രണ്ടു ലോകത്തും അനുഗ്രഹിക്കട്ടെ. നമ്മളെയും നമ്മുടെ ഉമ്മ ബാപ്പമാർ, ഭാര്യ മക്കൾ, മക്കളെ മക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, നമ്മുടെ ഉസ്താദുമാർ, ശിഷ്യന്മാർ, സഹപ്രവർത്തകർ, സ്നേഹിതന്മാർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഈ മജ്ലിസിൽ പ്രത്യേകം ദുആരക്കണമെന്ന് വസിയത്ത് പറഞ്ഞിട്ടുള്ളവർ, ഞങ്ങളോട് ദുആരക്കണേ 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 എന്ന് പറഞ്ഞിട്ടുള്ളവർ, തിരിച്ചങ്ങോട്ട് വസിയത്ത് പറയപ്പെട്ടവർ, പ്രത്യേകിച്ച് ഈ മജ്ലിസിൽ സംബന്ധിച്ച ഉമ്മ പെങ്ങന്മാർ, സഹോദരന്മാർ, എല്ലാവർക്കും അല്ലാഹു ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരിലും ഞങ്ങളിലുമുള്ള എല്ലാവിധ ശാരീരിക മാനസികമായ പ്രയാസങ്ങൾ, രോഗങ്ങൾ കരുണക്കടലായ റബ്ബ് പരിപൂർണമായും ശിഫയാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. മരുന്നില്ലാതെ ശിഫയാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാടിന്റെ ചരിത്രമുറങ്ങുന്ന കറാമത്തുള്ള പരിശുദ്ധമായ പള്ളിയുടെ വെറുക്കത്തുകൊണ്ട് അള്ളാഹു അവന്റെ പൊരുത്തത്തിലായി, അവന്റെ താഴത്തിലായി ഞങ്ങളുടെ ആയുസ്സല്ല നീട്ടിത്തരട്ടെ. ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ പ്രവർത്തകർക്ക് അല്ലാഹു ഖൈർ നൽകട്ടെ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ നന്മകളുടെയും പ്രതിഫലം, ഞങ്ങൾ ഓതിയ ഖുർആനിന്റെ കൂലി, ഞങ്ങളെ ദുആയുടെ കൂലി അല്ലാഹു നമുക്ക് നൽകും പോലെ നമ്മളിന്ന് മരണപ്പെട്ടു പോയവരിലേക്ക്, നമ്മുടെ പള്ളി മൈതാനിൽ മരിച്ചു കിടക്കുന്നവരിലേക്ക്, ഞങ്ങളെ ഉമ്മബാപ്പമാരുടെ ഹദറത്തിലേക്ക്, എല്ലാ മോമിന മോമിനാത്തുകളുടെ അർവാഹുകളിലേക്കും അല്ലാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, അള്ളാഹുവിന്റെ ഭാരമായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഇൽമിന്റെ മജ്ലിസിൽ ഒത്തുകൂടാൻ സാധിച്ചു എന്നത് അള്ളാഹു താല നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. അള്ളാഹു മരണം വരെ ഇങ്ങനെയുള്ള കർമ്മങ്ങളിൽ സംബന്ധിക്കാനും സംഘടിപ്പിക്കാനും സഹകരിക്കാനും പങ്കെടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ മളലി ജുമാ മസ്ജിദിൽ നടത്തപ്പെടുന്ന മഹത്തായ സലാത്തിന്റെയും മജ്ലിസുൻ നൂറിന്റെയും അസ്മാഉൽ ഹുസ്ന ദിക്റിന്റെയും വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അതിമഹത്തായ ഒരു മതപ്രഭാഷണ വേദിയിലാണ്, ഒരു മതവിജ്ഞാന സദസ്സിലാണ്, ഒരു വേല പരമ്പരയുടെ നാളിലാണ് നമ്മൾ ഒത്തുകൂടിയത്. നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് കുറെ ആൾക്കാരെ ഹിസാബെല്ലാം കഴിഞ്ഞ് ഇരിക്കുക, മക്കളെ കിടാക്കളെല്ലാം നേരെ ഇരിക്കുക, നല്ല അടക്കത്തിലും ഒടുക്കത്തിലെല്ലാം ഇരിക്കുക. പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് ചെറിയ കിടാക്കളെ കൂറ്റും കൗജും പാച്ചളെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ തെള്ള് ജാഗ്രതാക്കൂ, ജോറാക്കണ്ട, പറയണ്ട, പേടിപ്പിക്കണ്ട. ചെറിയ മക്ക ഓടുമ്പോ ചാടുമ്പോ കളിക്കുമ്പോ അതിൽ ഞങ്ങക്ക് ബേജാറൊന്നും ഇല്ല. പക്ഷെ അത് വലിയങ്ങൾക്ക് വലിയൊരു ഡിസ്റ്റർബ് ആവുള്ളൂ. വയല് കേക്ക് ബുദ്ധിമുട്ടാന്ന്, ആമീൻ ചെല്ലാന് ബുദ്ധിമുട്ടാന്ന്, പറയുന്നത് തിരിയുന്നില്ല, ഓരോരോ കൺഫ്യൂഷനാണ്. അപ്പൊ അതുകൊണ്ട് ചെറിയ കിടാക്കളത്തിൽ ജാഗ്രതാക്കി നല്ലത്, ജോറാക്കണ്ട. അള്ളാഹു ഞങ്ങളെ മക്കളെ നന്നാക്കി തരട്ടെ. നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് ഞാൻ ആമുഖം നീട്ടുന്നില്ല, മുന്നോടി നീട്ടുന്നില്ല, എന്നാലും ഒരു കാര്യം പറയട്ടെ. നാളെ പരലോകത്ത് ഞങ്ങളെ മരണാനന്തരമുള്ള ജീവിതത്തില് കോടാന കോടി മനുഷ്യന്മാരെ അല്ലാഹു അവിടെ വരുത്തും. അതിൽ ഞങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. എക്കോ ജസ്റ്റ് ഒന്ന് കുറക്കി, ഒന്നും കുറക്കണ്ട. അല്ലാഹു ഖൈർ നൽകട്ടെ. നല്ല സെറ്റ്, മാഷാ അല്ലാഹ്. ഇങ്ങനത്തെ സെറ്റെല്ലാം കിട്ടിയെങ്കിലേ, ഞങ്ങൾക്ക് ഇങ്ങനത്തെ കിട്ടലില്ല. ഞങ്ങൾക്ക് സാധാരണ സെറ്റ് വെച്ചിട്ട് പിറ്റേന്ന് ഇങ്ങനത്തെ എല്ലാം വെക്കും. ചിലപ്പോൾ വേറെ ആൾ വരുന്നെങ്കിൽ അങ്ങനെ ഉണ്ട്. കുറെ ആരും നിങ്ങൾ അമീർ കുറെ ദൂരൊന്നും മടക്കണ്ട. അൽഫിയൽ തന്നെ ഉണ്ട്, ഇലൽ കരീബി ആവൂലാൻ അരുത്തക്കന്നെ അമീർ മടക്കി അങ്ങ് നല്ലത്. ഇനി ഏടെല്ലാം ചിന്തിച്ചിട്ട് തലമുണ്ടാക്കണ്ട. വേറെ എന്തെല്ലോ ഇവിടെ തലമുണ്ടായിട്ടുണ്ട്, ഇനി അതിന്റെ ഇടയിൽ ഇനിയും തലമുണ്ടാക്കാൻ നിൽക്കണ്ട. വിശേഷമൊന്നും അത്രമേ. അവിടെ അൽഹംദുലില്ലാഹ് ഓപ്പറേറ്റർക്കും സൗണ്ട് സിസ്റ്റമിന്റെ ആൾക്കാർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. അവർ ചെയ്യുന്ന ജോലിയിൽ അല്ലാഹു സന്തോഷവും ബർക്കത്തും നൽകട്ടെ. ഞാൻ എന്ത് പറഞ്ഞേ? നിങ്ങൾ ഇങ്ങനാക്കി എന്റെ വേലാർക്ക് ഇത് പാട്ടല്ല, ബായി വളർന്നിട്ട് കേക്കോ തീരാ. ഈ കാതിൽ കേട്ടിട്ട് ഈ കാതിൽ ബുടവും തീരാ. ഇത് ഏറ്റവും വലിയ ദിക്റാണ് ഈ പറയുന്നത്. ഇൽമ് എന്നതാണ് ഏറ്റവും വലിയ ദിക്ർ. ഇൽമ് എന്നത് ഏറ്റവും വലിയ ദിക്റാണ്. ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട ഇബാദത്ത്, ഏറെ കൂലിയുള്ള ഇബാദത്ത് മുത്തലക്കായ സുന്നത്ത് നിസ്കാരമല്ല. ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ അള്ളാഹിന് ഏറെ ഇഷ്ടപ്പെട്ട അമല് ഇൽമുമായി ബന്ധപ്പെടുക എന്നത്. അതാണ് ഇൽമിന്റെ മജ്ലിസ് സ്വർഗത്തിന്റെ തോപ്പ് എന്ന് പറഞ്ഞ്. ദിക്റെടുക്കുന്ന മജ്ലിസ് സ്വർഗത്തിന്റെ തോപ്പ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല.
ഖുർആൻ ഓതുന്നവരുടെ സംഗമം നോക്കിയിട്ട് നബി തങ്ങൾ സ്വർഗത്തിന്റെ തോപ്പിലാണെന്ന് പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് ഇൽമുമായി ബന്ധപ്പെടുന്നവർ ഇരിക്കുന്ന മജ്ലിസ്, ഇൽമു കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന മജ്ലിസ്, അത് സ്വർഗത്തിന്റെ പൂങ്കാവനമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അത്ര കണ്ട് ശ്രേഷ്ഠമായ അമലായതുകൊണ്ടാണ്, അത്ര കണ്ട് പോരിശയാക്കപ്പെട്ട കാര്യമായതുകൊണ്ടാണ്, അത്ര കണ്ട് വിലപ്പെട്ട ഒരു പരിപാടി ആയതുകൊണ്ടാണ്, അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെട്ട അമലാൻ. ഇത് കേൾക്കാൻ നിങ്ങളെ ഇടതും വലതും മുന്നിലും പിന്നിലും നീച്ചെ പീച്ച് എല്ലായിടത്തും വന്നിട്ടിരിക്കാൻ അള്ളാഹിന്റെ മലായിക്കത്ത് നിങ്ങൾ ഇവിടെയുണ്ട്. അത് എന്റെ വയല് കേൾക്കാൻ വേണ്ടി അവർ വരുന്നതല്ല, മളലി നാടിനെ ഇഷ്ടപ്പെട്ടിട്ട് വരുന്നതുമല്ല, അവർ വയല് കേട്ടിട്ട് നന്നാവണോ നേരാവണോ ചെന്നിട്ട് വണ്ടതുമല്ല. പിന്നെന്തൊക്കെ പണ്ട് കൊണ്ടുണ്ട? ഇത് നല്ലൊരു കാര്യക്രമമായിട്ടിക്കട. ഇത് അള്ളാഹിനെ പറ്റി പറയുന്ന മജ്ലിസ്, ഇത് അള്ളാഹിന്റെ ദീനിനെ പറ്റി പറയുന്ന മജ്ലിസ്. ഇവിടെ കൂടിയ ഈ മുഅ്മിനീങ്ങളെ മജ്ലിസിന് വലിയ ബർക്കത്തുണ്ട്, വലിയ ഇജാബത്തുണ്ട്. മുഅ്മിനീങ്ങളെ മജ്ലിസ് എന്ന് പറയുമ്പോൾ ചെറിയ മജ്ലിസ് അല്ല. അവിടെ പോയിട്ട് ഇരിക്കാൻ നോക്കണോ? ആ മജ്ലിസിൽ ഞാനും നിങ്ങളും ഒരു മെമ്പർ ആവാൻ നോക്കണോ? എത്ര തിരക്കുണ്ടെങ്കിലും, എത്ര ജോലി ഉണ്ടെങ്കിലും, എത്ര ബിസി ഉണ്ടെങ്കിലും ഒരു കുറച്ചു നേരം മുഅ്മിനീങ്ങളെ കൂടെ ഇരുന്നിട്ട് അള്ളാഹിനെ ഓർക്കാൻ നിൽക്കണോ? ആ മജ്ലിസ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മജ്ലിസാണ്. ആ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാണ്. ആ മജ്ലിസ് മലക്കുകളെ കൊണ്ട് നിറക്കപ്പെട്ട മജ്ലിസാണ്. മുസ്തഫ റസൂലുള്ളാഹ്. അപ്പൊ ഈ മലായിക്കത്ത് നിങ്ങൾ എന്തൊക്കെ കണ്ടൂടെ? ഉമ്മമാര് കേൾക്കണോ, പെങ്ങമാര് കേൾക്കണോ? നിങ്ങൾ അവിടെ നിന്നിട്ട് വേറെ വിഷയാക്കോ തീറ. ചോറ് വേയിച്ച് കറിയെന്താക്കിയിട്ട് വന്നോ, വേയിച്ചിട്ട് വന്നമാ അല്ല പോയിട്ട് വേയിക്കറമാ. ഈ വിഷയം ഒന്നും ഇപ്പൊ നിങ്ങൾ അവിടെ ആക്കാൻ പറയാൻ പറ്റാല. നിങ്ങളെ ഭാഷ ഏത്? എനിക്ക് നിങ്ങൾ ഈ നക്ക് ബാരി ഭാഷ അല്ലേ? അത് എനിക്ക് നന്നായിട്ട് വരുന്നില്ല. പിന്നെ ഇടക്കിടക്ക് കേറിയാ പിന്നെ അങ്ങനെ പോവത്. മുണ്ടാനൊന്നും വരലൊന്നുമില്ല. എന്നാലും അൽഹംദുലില്ലാ തിരിയണല്ലോ. ഭാഷ ഏതായാലും സംഗതി മനസ്സിലാണ്ടേ. അല്ലാണ്ട് 2 മണിക്കൂർ ഞാൻ ഇങ്ങനെ നീട്ടിട്ട് ആയത്തു മതി ഓതി 2 ഗಂಟೆ കഴിഞ്ഞിട്ട് പോകുമ്പോ കാറോ ഓർത്ത കേട്ട എന്തെല്ലാം അയാൾ ചൊന്നോ അമ്മ അമ്മ അതാക്കണമെങ്കിൽ പിന്നെ ഞാൻ കൂടെ കളിക്കണോ? എന്റെ ആവശ്യമില്ലല്ലേ. ലോകത്ത് വന്ന എല്ലാ നബിമാരെയും 1,00,000 ചില്ലാനം നബിമാർ, പ്രവാചകന്മാർ അള്ളാഹുവിന്റെ ഭൂമിയിലെ പല നാടുകളിൽ പല ആൾക്കാർക്ക് അള്ളാഹു അയച്ചിട്ടുണ്ട്. ആ വന്ന നബിമാരെല്ലാം അള്ളാഹു പറഞ്ഞയച്ചതങ്ങനെ കൊണ്ടുണ്ട്. ആ നബിമാരെ അള്ളാഹു കടത്തിയതങ്ങനെ കൊണ്ടുണ്ട്. ഇല്ലാ ബിലിസാനി ഖൗമിഹി, ആ നാട്ടുകാരുടെ ഭാഷ പഠിപ്പാട്ടിയിട്ട് കടത്തിറ. എന്തുക അയാൾ ചൊല്ലുന്ന വിഷയം അങ്ങക്ക് പിടിയാവണോ, അങ്ങക്ക് തിരിയണോ? തൗഹീദ് എന്ത്, ദിക്ർ എന്ത്, അല്ലാഹ് എന്ത്, ദീൻ എന്ത് ഞങ്ങൾക്ക് പിടിയാവണോ? അത് മനസ്സിലാക്കിയിട്ട് അല്ലാഹു അങ്ങളെ ഭാഷ പഠിപ്പാട്ടിയിട്ടല്ല കടത്തിറ. അപ്പൊ അതിന്റെ അർത്ഥം എന്ത്? ഭാഷക്ക് വലിയ കാര്യമുണ്ടോ? ഭാഷ ഒരു വിഷയം തന്നെയാണ്. കടിച്ചങ്ങ് പൊട്ടാത്ത സാഹിത്യം ചൊന്നിട്ട് പോയെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് പോണ? ഏതോ അല്ലാഹു ഞങ്ങളെ ഇൽമ പറയുന്ന എനക്കും കേൾക്കുന്ന നിങ്ങൾക്കും അല്ലാഹു ഉപകാരപ്പെടുത്തട്ടെ. ഹക്ക് പോലെ പറയാൻ, അത് പറയുന്ന എനിക്കും കേൾക്കുന്നവർക്കും ഉപകാരപ്പെടാൻ അല്ലാഹു ഞങ്ങളെ നാട്ടിലുള്ള കറാമത്തുള്ള പള്ളിന്റെ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. 1000 സുജൂദിട്ട പള്ളി ഞങ്ങളെ മളലി നാട് എന്ന് പറയുമ്പോ ഇന്നത്തെ തലമുറകൾക്ക് ചിലപ്പോൾ ചരിത്രം അറിയാല. ഇത് വലിയ ഹിസ്റ്ററിയുള്ള നാട്, ഇത് വലിയ പാരമ്പര്യമുള്ള നാട്, ഇത് വലിയ ഇന്നലെയുള്ള നാട്, ഇത് വലിയ പൈതൃകമുള്ള നാട്. എത്രയോ വലിയവരായ ആലിമീങ്ങൾ ദർസ് നടത്തിയ നാട്, വലിയവരിൽ വലിയവരായ ആലിമീങ്ങൾ പഠിച്ചിട്ട് മുത്തഅല്ലിമായി ആലിമായി അള്ളാന്റെ ദീനിന് നേതൃത്വം കൊടുത്ത നാട്. ഈ നാട്ടിലെ ഉമ്മ പെങ്ങന്മാർ, കഴിഞ്ഞ കാലത്ത് ജീവിച്ച പണ്ടത്തെ ഞങ്ങളെ ബോബമാമിമാർ ആലിമീങ്ങൾക്ക് ചോറ് കൊടുത്തങ്ങായിട്ടിക്കട, ആലിമീങ്ങളെ നല്ല പോലെ പിരിശവച്ചങ്ങായിട്ടിക്കട, ആ മുത്തഅല്ലിമീങ്ങളെ ചന്തത്തിൽ പോറ്റങ്ങായിട്ടിക്കട. അങ്ങനെയുള്ള നാടാണ് ഈ മളലി നാട്. അള്ളാഹു ഞങ്ങളെ നാടിന്റെ ഇസ്സത്തും ഐക്യവും റാഹത്തും സൗഹാർദ്ദന്തരീക്ഷവും അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. എല്ലാവരും ഒരു ഉമ്മ പറ്റ മക്കളെ പോലെ ജീവിക്കുന്ന നാടാണിത്. ഹിന്ദുവായ സഹോദരനും മുസ്ലിമായ മനുഷ്യരും ക്രിസ്ത്യാനികളായ ആളുമാറും എല്ലാവരും ഒട്ടിക പാർക്കുന്ന നാട്, നല്ല ചന്തത്തിന്റെ നാട്, സൗഹാർദ്ദന്തരീക്ഷമുള്ള നാട്, ശാന്തിയുടെ നാട്. അള്ളാഹു ഞങ്ങളുടെ നാടിന്റെ ഐക്യം നിലനിർത്തി തരട്ടെ.
ഞങ്ങളെ പള്ളിന്റെ ബർക്കത്ത് കൊണ്ടല്ലാഹു സാധുക്കളായ ഞങ്ങളുടെ എല്ലാ വിഷമം ബേജാറല്ല തീർത്തു തരട്ടെ. പറഞ്ഞു വന്നത്, നാളല്ലാതെ പരലോകത്ത് ഒരു കൂട്ടം ആൾക്കാരെ അല്ലാഹു വിളിക്കുന്നു. നല്ല പോലെ കേൾക്കണോ ഇത്? ഞാൻ വിഷയത്തോടങ്ങറ മുന്നോളു ചൊല്ലുടെ വിഷയമായിട്ടിക്കട, വിഷയത്തോടങ്ങറ മുന്നോളു നിങ്ങൾ തിരികെ വേണമായിട്ട് ചൊല്ലുടെ വിഷയമായിട്ടിക്കട. ഉമ്മമാറ് കേൾക്കണോ? കാരണം ഈ ഫംഗ്ഷന്, ഈ കാര്യക്രമം ഈ ദയിച്ചത് ഒരു സിമ്പിളായ കാര്യക്രമമായിട്ട് കാണൂ തീറ. ഇനി വലിയൊരു ബലമുണ്ട്. ഇത് മനസ്സാകുമ്പത്തേക്ക് വണ്ടേ നിരിക്കുമ്പത്തേക്ക് കഴിച്ച് പോണ്ടേ. ഇത് 2020 മാച്ച് ഗാലറി ഒന്നും അല്ല. ഇത് കബഡി ടൂർണമെന്റ് ഗാലറി അല്ല. ഇതിനൊരു അതവുണ്ടോ, മര്യാദയുണ്ടോ? ജയിച്ച നിങ്ങളൊട്ടെന്നാ ചൊല്ല, നിങ്ങൾ വലിയ ഭാഗ്യവന്മാർ. പിന്നെ ഈ റായത്തിൽ കുറെ ആൾമാരുണ്ട്, ഇഷ്ടംപോലെ ആൾമാരുണ്ട്. നിങ്ങൾ ഇത്ര അബ്ബമാരൊന്നും അല്ലല്ലേ ഈ നാട്ടിലൊക്കെ. ഓക്കെ, നിങ്ങൾക്കല്ലേ തലല്ലാട്ടറാവല്ലേ? നിങ്ങൾ പൂത്ത കമ്പ പോലെ ബടിയായിട്ട് നിൽക്കുമ്പോ നക്കെ ബേജാറാവിട്ടു. നിങ്ങൾ നണ്ടൊട്ടിക്കുമ്പോ വേണോ? ഈ നാട്ടിൽ ഇത്ര ബാല്യക്കാരല്ലേ, ഇഷ്ടം പോലെ ഇല്ലേ? ഒരു ഫെഡ് ലൈറ്റ് മാച്ച്, ഒരു മഹിളാ കബഡി പന്തിയാട്ട വെച്ചിരുന്നെങ്കിൽ ഈ ഗ്രൗണ്ടേ ഉള്ളാവട്ടി. ഞങ്ങളെ ബയസ്ര അബ്ബ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് വർത്തിയാൾ നോക്കോ. സാധാരണ എല്ലായിടത്തും അങ്ങനെ ജാഗ്രതിക മട്ടದಲ್ಲಿ ಅಂತಹ ವಾತಾವರಣ ഊടനല്ല എല്ലായിടത്തും അങ്ങനെ. നിങ്ങളെ വിഷയമൊന്നല്ല. പക്ഷെ ಇದಕ್ಕೆ ಬರೋ വേണായിട്ട് ആരോഗ്യം ഉണ്ടായെങ്കിൽ മയ്യാവല. ഈ കാര്യക്രമ കേക്ക് വേണായിട്ട് ഇവിടെ വരണമെങ്കിൽ മനസ്സുണ്ടായെങ്കിൽ മാത്രം മതിയാവേല. ആദ്യമായിട്ട് ഈ പരിപാടിക്ക് വരാന് വേണ്ടത് അള്ളാന്റെ തൗഫീഖാണ്. കാരണം ഇത് 1000 റക്അത്ത് മുത്തലഖായ സുന്നത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിന് സുജൂദ് ഇടുന്നതിനേക്കാളേറെ കൂലിയുള്ള അമലാണ്, ഇബാദത്താണ്. ഇതല്ലാഹു അനുഗ്രഹിച്ചവർക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമാണ്. റായത്ത് കുറെ ആൾമാരുണ്ടും ചൊന്നിട്ട് എല്ലാവർക്കും ഈ ചാൻസ് ഇല്ല. കുറെ ബാല്യക്കാരുണ്ടും ചൊന്നിട്ട് എല്ലാവർക്കും അല്ല കൊടുക്കാല. ഒമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. തൗഫീഖ് തർനായവനായ അല്ലാഹ്, അവന്റെതാണ് തൗഫീഖ് വേണ്ടത്. ആൾമാർ വിളിച്ചു ചൊന്നിട്ട് ആരും വരല. ഫോണിൽ മെസ്സേജ് ഇട്ടെങ്കിൽ എല്ലാവരും കാണണമെന്നില്ല. എന്നെ കണ്ടെങ്കിൽ നോക്കണമെന്നില്ല. എന്നെ നോക്കിയെങ്കിൽ ഊടക വരണമെന്ന് മനസ്സ് വെക്കണമെന്നില്ല. മനസ്സ് വെക്കണമെങ്കിൽ ഫസ്റ്റ് വേണായത് അള്ളാന്റെ തൗഫീഖ്. അത് നല്ലോണം കിട്ടിയങ്ങായിട്ട് കിട് ഈ ദയിച്ചങ്ങ ഈ ബന്ധങ്ങ. അള്ളാഹ് വീനുള്ള തൗഫീഖ് ഇനിയും നമുക്ക് തരട്ടെ. ബരാത്തങ്ങളിൽ ബേജാറ് വേണ്ട. പക്ഷെ ഇത്ര നല്ല ഫംഗ്ഷൻ ആവും വിട്ടല്ല പോവാ. ഞങ്ങൾക്ക് എന്താ ബേജാറ്? ചട്ടിക്കില്ലാത്ത ചൂട് മൂടുകെന്തുക്ക് അല്ലേ ഉസ്താദ്? ചട്ടിയെ ചൂടായിട്ടില്ല അടുപ്പിൽ വെച്ചത്, പിന്നല്ലേ മൂട് ചൂടാവണേ. അയാൾക്ക് ബേജാറില്ല ബറാത്തിൽ, പിന്നെ ഞങ്ങൾക്ക് എന്താ? എന്നാലും മനസ്സിന്റെ ഉള്ളിൽ ഒരു ആശയുണ്ട്. അവരും കൂടി വന്നിരുന്നെങ്കിൽ, അവരും കൂടി കേട്ടിരുന്നെങ്കിൽ, ഇതിന്റെ ഘനമറിഞ്ഞിരുന്നെങ്കിൽ, ഇതിന്റെ ഗുണമറിഞ്ഞിരുന്നെങ്കിൽ, ഇതിന്റെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ, പടച്ച റബ്ബേ സാധുക്കളായ ഞങ്ങളിൽ നിന്നിട്ട് നീ ഇത് കബൂലാക്കല്ല, ഞങ്ങൾക്ക് നീ ഉപകാരപ്പെടുത്തല്ല. അധ്വാനിച്ചവർക്ക്, സഹായിച്ചവർക്ക്, നേതൃത്വം കൊടുത്തവർക്ക് നീ ഖൈറേറ്റി കൊടുക്കല്ല. ബിസി ഉണ്ടായിട്ട്, തിരക്കുണ്ടായിട്ട്, പണിയുണ്ടായിട്ട്, സൊറ ഉണ്ടായിട്ട് എല്ലാ തൽക്കാലം ഇവിടെ ബന്ധാക്കി വെച്ചിട്ട് ഇവിടെ ബന്ധങ്ങൾക്ക് നീ ഖൈറ് നൽകണേ അല്ലാ. എന്നൊരു വിഷയം നിങ്ങൾക്ക് കേൾക്കണോ? നാളെ പരലോകത്ത് അല്ലാഹു തആല ചില ആൾമാരെ ഹിസാബ് എടുക്കുക. അവിടെ അല്ലാഹു നല്ല പോലെ ചോദ്യം ചെയ്യോ, നല്ല പോലെ പരിശോധിക്കോ. എല്ലാം അല്ലാഹ് കേട്ടിട്ട് ഹിസാബ് നടത്തിയിട്ട് ചോദ്യോത്തരം നടത്തിയിട്ട് ആ ആൾമാർ അല്ലാഹു തആലാക്ക് പിടിയാവിടെ അങ്ങനല്ലങ്ങ, അങ്ങ് സ്വാലിഹീങ്ങളാണ്, അങ്ങ് നിസ്കരിച്ചങ്ങ, അങ്ങ് നോമ്പ് നോറ്റങ്ങ, അങ്ങ് ബായിലുള്ള നാവ് കൊണ്ട് കളവ് പറയാത്ത ആൾമാർ, അന്യവന്റെ അടക്ക പോയിട്ട് ഒരു ഈർക്കിൽ കടി പോലും എടുക്കാത്ത, 5 നേരം നിസ്കാരം കളാക്കാതെ നിസ്കരിച്ചങ്ങ, അന്നവന്റെ മുമ്പിൽ ചന്ത കാട്ടിയിട്ട് വെളുപ്പ് കാട്ടിയിട്ട് നടക്കാത്ത പെണ്ണുങ്ങ, ഔറത്ത് കാട്ടാത്ത പെണ്ണുങ്ങ, മാപ്പിളമാരുണ്ടായിട്ടും ഇല്ലാത്തവരായാലും അന്യവന്റെ കൂടെ ചാറ്റിങ് ആക്കാത്ത പെണ്ണുങ്ങ, അവനെ സുഖിപ്പിക്കാത്ത പെണ്ണുങ്ങ, സ്വന്തം ഭാര്യമാരുണ്ടായിട്ട് പോലും ബേലി ചാടിയിട്ട് പോന്ന മാപ്പിളമാരുണ്ട്. ഇല്ലേ ഇല്ലേ? ഊടുണ്ട് നല്ല പോ, നിങ്ങൾ പേടിക്കണ്ട. അയാൾക്കും ചൊല്ലണമെന്നുണ്ടോ? അവിടെ പെണ്ണും കൊണ്ടല്ലേ ഇതിൽ പേടിയാവും. ഊടുത്ത വിഷയമല്ല ചൊന്നോ. സ്വന്തം പെഞ്ഞായിമാരുണ്ടായിട്ട് അക്കരെ പച്ച നോക്കിടങ്ങ എത്ര ആൾമാരുണ്ടു. പെണ്ണ് കെട്ടത്തോലെ കണ്ണേ കറലെന്ന്. പിന്നെന്തും ഇല്ലഹോ എപ്പോഴും അവളിക്ക് എന്ത് വെച്ച് നീ വയ്ക്കേ, നീ ഉഷാറുള്ളേ. ആറ് അവ പെഞ്ഞായിരല്ലേ,
മുഞ്ഞാന്ന് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഉസ്താദ് എൻ്റെ പെഞ്ഞായിക്ക് എന്ത് ഉഷാറില്ല ഉസ്താദ്, കുറേ ആയി ഇപ്പം എൻ്റെ വിഷയം എന്തേ? അല്ല ഞാൻ വേറൊരു പെണ്ണ് കെട്ടിങ്ങാവാന്ന് വിചാരിക്കുന്നേ. അപ്പൊ ഞാൻ ചോദിച്ച പെണ്ണ് കെട്ടിങ്ങാവാൻ നല്ല വിചാരിക്കണേ, നമുക്ക് മരുന്നെടുക്കണമെന്ന് വിചാരിക്കും. ഫസ്റ്റ് അയിമക്ക് മരുന്നെടുക്കണ, അയിമനെ ഉഷാറാക്കണ, അയിമക്ക് ശാരീരിക ബേജാറുണ്ടെങ്കിൽ മാറ്റണ, അത് ഫസ്റ്റ് തിങ്കാക്ക്. പിന്നെ പെണ്ണ് കെട്ടത് വിഷയം നോക്ക. ഇത് ഞങ്ങൾ ആഴ്ചനമേ എനൊന്നു ഇവിടെ ഒന്ന് കെട്ടിയവന്റെ മൂക്ക് പൊട്ടിയത് അതുകൊണ്ടിട്ട് വിഷയം നിങ്ങൾ ശരിക്കും നക്കേ ഡൗട്ട് ആവിടും. അനുഭവ ആയിരാന്ന് അങ്ങനൊന്നും ആക്കോ തീരാ. അള്ളാഹു കാക്കട്ടെ ഇരിക്കട്ടെ. നാളെ ചില മനുഷ്യന്മാരെ അള്ളാഹു പരലോകത്ത് ഹിസാബെല്ലാം എടുത്തിട്ട് അവർ നല്ലവരാണെന്നുള്ള തീരുമാനിക്കുന്നു, അവർ നല്ല സ്വാലിഹീങ്ങളാണെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് ആ നല്ല മനുഷ്യന്മാര് അതിൽ ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്. അവരെ അതാ അള്ളാഹു താല സ്വർഗത്തിന്റെ പട്ടുടുപ്പുകൾ വസ്ത്രയുടെ ആടകൾ ധരിപ്പിച്ചിട്ട്, സ്വർഗത്തിന്റെ ഡ്രസ്സ് ധരിപ്പിച്ചിട്ട് മലായികത്തീങ്ങളെ കൂടെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുന്നു. അവർ അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നു. സ്വർഗത്തിന്റെ ഉമ്മറപ്പടിന്റെ അവിടെ എത്തുമ്പോ, സ്വർഗത്തിന്റെ ബാദലിന്റെ അവിടെ എത്തുമ്പോ, സ്വർഗത്തിന്റെ ഡോറിന്റെ അവിടെ എത്തുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹ് അവരോട് പറയുകയാണ്, കൂടെ നിന്നോളൂ, കടക്കണ്ട, കടക്കോ ആയിട്ടില്ല, ഉൾക പോവാ ആയിട്ടില്ല, ഒരു മിനിറ്റ് കൂടെ നിൽക്കണം. നിങ്ങ എല്ലാം റെഡിയായിറ, നിങ്ങൾ എല്ലാം പാസ്സായിറാറ്, നിങ്ങൾ നല്ലവരിൽ നല്ല അങ്ങായിട്ടിക്കട എല്ലാം ക്ലിയർ ആയിട്ട് ആ എങ്കിലും നിങ്ങൾ ഊടുന്നപ്പുറ കടക്കൊതിയറ. ഈ ഉമ്മറപ്പടിയുടെ അവിടെ നിൽക്കണോ? സ്വർഗത്തിന്റെ ഉമ്മറപ്പടിന്റെ അവിടെ അവരെ നിർത്തുന്നു. അങ്ങനെ അതാ അവർ അവിടെ നിന്നിട്ട് ബാക്കിയാണ് പടച്ച റബ്ബത ഒരു കുറെ ആൾമാർ അതിന്റെ പിന്നെ കുറെ ആണുങ്ങള് കുറെ പെണ്ണുങ്ങള്, നല്ലവരായ ആണുങ്ങള് പെണ്ണുങ്ങള് അല്ലാഹു തആല സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുകയാണ്. ഫസ്റ്റ് വന്നങ്ങ് അവിടെ ബാക്കിയുള്ളാറ് അവർ അവിടെ മേ നിന്നറാറ്, അവർ അവിടെ മേ കാത്തോണ്ടുള്ളാറ്. സ്വർഗത്തിന്റെ ഉൾഗത്തെ ചന്ത കണ്ടിട്ട്, സൗകര്യ സവളത്തോ ഫെസിലിറ്റി കണ്ടിട്ട് അങ്ങിങ്ങനെ ഭയങ്കര ഗാബിരിയായിട്ട് എപ്പ കടത്തുറോ എന്ന് പറഞ്ഞിട്ട് ബേജാറിലുള്ളാറ്. ആ എങ്കിൽ അല്ല കടത്തുന്നില്ല, അവിടെ തന്നെ സ്റ്റോപ്പാണ്. പിന്നെ വന്നങ്ങ കടന്നോണ്ടുള്ളാറ്, പോയോണ്ടുള്ളാറ് വരിയായിട്ട് അകലെ പോയിട്ട് സ്വർഗത്തിൽ സന്തോഷത്തോടെ കഴിയുന്നു. ഇത് കാണുമ്പോ അങ്ങ് കേൾക്കുന്ന അല്ലാഹുവോട്, പടച്ചോന് ഞങ്ങളെന്താ കടത്താഞ്ഞേ, കുറെ നേരമല്ലേ ഞങ്ങളെ കൂടെ നിപ്പാട്ടിട്ട, ഞങ്ങളെന്താ ഉൾക വിടാഞ്ഞ്, ഞങ്ങളെന്താ കടത്താഞ്ഞ്, ഞങ്ങളെ ഹിസാബ് കഴിഞ്ഞിറ്, ഞങ്ങളെ നിരീക്ഷണ പരീക്ഷണ എല്ലാം കഴിഞ്ഞിറ്, ഞങ്ങ പാസ്സായിടല്ലേ, ഞങ്ങ ദുനിയാവിൽ നിനക്കൊരു മാറ് കാട്ടിയിട്ടില്ലല്ലേ, നീ ഞങ്ങളെ നല്ലവരാണെന്ന് വിധിച്ചതല്ലേ, എന്നിട്ടും കൊണ്ടുവന്നിട്ട് ഉടന്തേ നിർത്തിരോ, ഞങ്ങളെ കാട്ടിയ പിന്നെ വന്നങ്ങ പോയോണ്ടുള്ളാറ്. ആ സമയത്ത് അല്ല ചെല്ലുന്നൊരു മറുപടിയുണ്ട്, ഉമ്മ കേക്കണോ, പെങ്ങള് കേക്കണോ, പൊന്നുമോന് കേക്കണോ, സഹോദരാ കേക്കണോ? ആ നിൽക്കുന്ന മനുഷ്യരോട് സ്വർഗത്തിന്റെ ഉമ്മറപ്പടിയില് അവർ ആ നിൽക്കുന്ന നേരത്തിലായറിയോ? ഒരു മിനിറ്റ് അല്ല, ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ആയിരക്കണക്കിന് വർഷങ്ങളായി അവരാണ് നിൽപ്പ് പിന്നെ തുടങ്ങിയിട്ട്. പിടിയാവൂരല്ലേ നിങ്ങക്ക്? പിടിയാവൂരല്ലേ? ആ നിക്ക ചൊന്നിട്ടാകുമ്പോ നിന്ന മനുഷ്യന്മാർ നിക്ക തുടങ്ങിയിട്ട് 1000 ആണ്ടുകൾ കഴിഞ്ഞു. നടന്നോക്കൂ. അവർ ഒരെന്തോ അല്ല അവിടെ നിന്ന, ഒരു തിങ്ങെന്തോ അല്ല നിന്ന 1000 ആണ്ടുകൾ. പിന്നെ വന്നങ്ങ് പോയാണ്ടുള്ളാറ്. ഇത് കണ്ടിട്ടാകുമ്പോ പടച്ചറബ് അവരോട് ചോദിക്കുന്ന ചോദ്യം, അവർ അല്ലാണ്ട് കേൾക്കുന്നൊരു ചോദ്യമുണ്ട്. പടച്ചറബേ, ഞങ്ങളെ കാട്ടി പിന്നെ വന്നങ്ങ് കടന്നിട്ട് പോയാറല്ലേ, ഉൾക പോയാറല്ലേ, അങ്ങ് കടന്നാറല്ലേ, യദ്ഖുലൂനൽ ജന്ന, ഞങ്ങളെ എന്ത് കടത്താഞ്ഞേ? അപ്പൊ അല്ല ചൊല്ലൊരു വിഷയം ദ്രോവത്തുണ്ടാങ്ങളൊട്ടാ, നിങ്ങ കേക്കണായ വിഷയ, ഊടെ ദയിച്ചങ്ങ കേക്കണായ വിഷയ, പെറവുല് ദയിച്ചങ്ങ എങ്ങനെയും കേക്കണായ വിഷയ. അല്ലവരോട് പറയുന്നത് എന്തറിയോ? അതേ, നിങ്ങളെ അവരെ പോലെ നല്ലവരാണ്, എനിക്കിഷ്ടപ്പെട്ടവരാണ്, സ്വാലിഹീങ്ങളാണ്, എല്ലാത്തിലും സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പക്ഷേ നിങ്ങളോട് നിപ്പാട്ടിയത് എന്തുകൊണ്ടുണ്ടാ? നിങ്ങ ദുനിയാവിൽ എല്ലാ നല്ല കാര്യത്തിലും പെറവുളായിട്ട് ഇന്നാറ് ജമാഅത്ത് നിസ്കാരത്തുക്ക് വേണ്ടത് 4-ാമത്തെ റക്അത്ത്
റക്അത്തില് ജുമാക്ക് വേണ്ടത് 12:59 അദ്ദാദ് വേണ്ടത് ദുവാറക്കുന്ന ടൈമല്ലോ വയലുക വേണ്ടത് ലാസ്റ്റ് ഏലം വിളിക്കുമ്പോത്തോ ഇനി വന്നിട്ട് ദയിക്കുന്നത് പെറൗല കസാറില്. അപ്പൊ ദുനിയാവിൽ എല്ലാ നല്ല കാര്യത്തിലും നിങ്ങൾ ബാക്കായി നാറ്. അപ്പൊ നിങ്ങൾ സ്വർഗത്തിൽ കിടക്കുമ്പോ തെല്ല് ബാക്കാവും. എന്താ അർജന്റ് ഇത്ര? എന്ത് ഇത്ര അർജന്റ്? അവിടെ നിങ്ങൾക്ക് അർജന്റ് ഇല്ല എന്നല്ലേ? നിങ്ങൾ ബാങ്ക് കൊടുത്തു ചൊന്ന് ടവൽ വക്തിൽ ഓടിയാറാ? നിങ്ങൾ നണ്ട് നോക്കില്ലേന്ന്? ഇല്ലല്ലേ? അവിടെ നിങ്ങൾ എന്ത് വില കടിപിടി എന്താക്കിയിട്ടില്ലല്ലോ. നല്ല എല്ലാ ബാങ്ക് കൊടുത്തു ബേം പോയിറാ, എല്ലാ ഹദ്ദ തുടങ്ങി ബേം തുടങ്ങാ, എല്ലാ ജുമ്മ ബേഗ പോയിട്ട് ഒരാൾക്കാ പോതാ നിങ്ങൾ പോയാറാ? വയലൂരവിടെ അങ്ങനെ എല്ലാവരും പട്ടിക്കെല്ലാം പിടിക്കുമ്പോ എല്ലാ നാണന്ത് കൊടുത്തിട്ടില്ലല്ലോ, ഇതാ നണ്ട ബകല് ഫസ്റ്റ് ഇതാ ഇരിക്കട്ടെ ബിസ്മില്ല, ആ വയൽ തുടങ്ങിയല്ലേ ഇതാ നാനും ബേഗ പോണ്ടേ. അങ്ങനെ വന്നിട്ടൊന്നും ഇല്ലല്ലേ? വന്നിറാറ് കൊടുത്തിറാറ് ദയിച്ചിറാറ് എപ്പോ എല്ലാരും വന്നിട്ടാ. പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും അങ്ങനെ ഇങ്ങനത്തെ കാര്യത്തേക്ക് എല്ലാ പേറൂലേ. ഇനി ടൂർ പോകുമ്പോ ബസ് ബുക്കാക്കിയെങ്കിലാ ഫസ്റ്റത്തെ സീറ്റ് കിട്ടണമെന്ന് വന്നിട്ട് 8:50 പോയി ജയിച്ചിറ. ബസ് വിട്ടത് 10 മണിക്ക് അല്ലേ? വേണ്ട. ഇനി നാളെ സീറിന് കൊടുക്കുമ്പോ ലൈന് നിൽക്കുമ്പോ നോക്കും നിങ്ങൾ 6 ഫസ്റ്റ് വേണ്ടോ? ഇവിടുത്തെ വിഷയമല്ല, നിങ്ങൾ ബേജാറാക്കണ്ട. ഇനി നാച്ചൊന്ന സ്റ്റൈലിൽ ഊടുണ്ടെങ്കിൽ നിങ്ങമേ വണ്ട വർഷം വിളിക്കണ്ട തീർത്ത് അല്ലേ? അല്ലേ വില ഗഡിപിടി എന്തായാലും വേലി ആന കുതിരന്താവില്ലല്ലേ? നന്ന ബേജാറായെങ്കിൽ പയ്യ പോകുമ്പോ തന്റെ ഒരു 500 രൂപ കുറക്കറു, നന്ന കുറക്കണ്ട. നാളെ അല്ലാഹു അവരോട് പറയുന്ന മറുപടി, നിങ്ങൾ നല്ലവരാ, പക്ഷേ അവരെക്കാളും പിന്നെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കേണ്ടി വന്നത്, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടി വരുന്നത്, അവരെക്കാളും നിങ്ങളെ പിന്തിപ്പിക്കപ്പെട്ടത്, ദുനിയാവിൽ നിങ്ങൾ എല്ലാ നല്ല കാര്യത്തിലും ബാക്കായിരുന്നു, ലേറ്റായിരുന്നു, പിന്നിലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇവിടെയും ലേറ്റാണ്. ഖാല റസൂലുള്ളാഹ്. അതുകൊണ്ട് പെറവുൽ ജയിച്ച നിങ്ങളൊട്ട, കസാല എതിരിലെ കാലി ഉണ്ടായിട്ട് പെറവുൽ ജയിച്ച നിങ്ങളൊട്ട നല്ല പിരുസത്തിൽ ചൊല്ലോട. നിങ്ങൾ എല്ലാവരും ഒന്ന് എതിർക്ക് പറഞ്ഞോ, എണിച്ചിട്ട് എതിർക്ക് പറഞ്ഞോ. നിങ്ങൾ എതിർത്ത കസാല കാലി ഉണ്ടെങ്കിൽ കസാല കൊണ്ടുവരണ്ട, നിങ്ങ മാത്രം വന്നങ്ങമയാവൂ. എണിക്കോ. അയാളെ നോക്കണ്ട, അയാൾ എണിക്കാണ്ടിക്കട്ടെ. അയാളെ കബർക്കൊന്നും ഞങ്ങൾ പോണില്ലല്ലേ, ഞങ്ങൾ അപ്പുറപ്പുറം നോക്കൂട, അയാൾ പോണ്ട. ഔത്തോ അങ്ങനെ കറണ്ട് പോയിട്ട് ബേജാറാകുമ്പോഴത്തേക്കു പിന്നെ മെല്ലെ കൗത്ത് നീട്ടിട്ട് ജിറാഫറെ കൗത്ത് പോലെ പുറത്തിട്ട് നോക്കുക, അപ്പുറത്ത് കൗത്തുക്കൂ കറണ്ട് ഉണ്ടായില്ലേന്ന്. അവിടെ ഇല്ലെങ്കിൽ വലിയ സമാധാനം, മാഷാ അല്ലാഹ് അവിടെ ഇല്ല അല്ലേ? അയാളെ നോക്കണ്ട. ഇത് എനക്ക് വേണായിട്ടല്ല, നിങ്ങൾക്ക് വേണായിട്ടല്ല, ഞങ്ങൾ ആഖിറത്തിന്റെ നന്മക്ക്, പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന്, നാളെ സ്വർഗത്തിന്റെ പ്രവേശനത്തിന് അല്ലാഹു ഞങ്ങളെ ഹിസാബില്ലാതെ കടത്തി തരട്ടെ. ആമീൻ. ഞങ്ങൾ അല്ലാഹു ഹിസാബ് എടുക്കാതെ നാളവന്റെ സ്വർഗലോകത്തേക്ക് അല്ലാഹു കടത്തി തരട്ടെ. ഈ പള്ളിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മുഅ്മിനീങ്ങളെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ ദുആ ഖബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ഒറ്റക്ക് ജീവിക്കാൻ നമ്മളെ കൊണ്ടാവേല അയ്യോ. പോത്ത്, ആട്, മൂരി, ആന, കുതിര ജീവിക്കും പോലെ ഞങ്ങളെ കൊണ്ട് ജീവിക്കാൻ അയ്യോ. ഒരു ആടിനെ കൊണ്ടതിലൂടെ ഈ കണ്ടത്തിലാക്കിയെങ്കിലും ഉണ്ടല്ലേ, അത് തിങ്ങകെട്ടല വേണമെങ്കിൽ ഒറ്റക്ക് ജീവിക്കും. പുല്ല് തിന്നിട്ട് അതിൽ പോയിട്ട് അവിടെ മൂലിൽ ഉറങ്ങിയിട്ട് കണ്ടോടെ ബീറ്റിയിട്ട് പിട്ടയിട്ടിട്ട് ജീവിക്കും. അതിന് ഒരാളെ സപ്പോർട്ടൊന്നും പോകണമെന്നൊന്നുമില്ല. മനുഷ്യന്മാർക്ക് വായുവാ ഞങ്ങൾക്ക് ആരെല്ലാം സപ്പോർട്ട് വേണോ, എത്ര സപ്പോർട്ട് വേണോ? അപ്പൊ ഒറ്റക്ക് ജീവിക്കാൻ ഒരിക്കലും കഴിയാത്ത, നല്ലോണം കട്ടപ്പെടേണ്ടി വരുന്ന ജീവിയാണ് മനുഷ്യൻ. മനുഷ്യന്മാർ സാമൂഹ്യ ജീവിയാണ്. മിങ്കളായിട്ട് ഇൻക്ലൂഡായിട്ട് ജീവിക്കേണ്ടവരാണ്. അങ്ങനെ സാമൂഹികമായി ഞങ്ങൾ ജീവിക്കുമ്പോ ഞങ്ങൾക്ക് ഒരുപാട് സമൂഹത്തിലുള്ള ആൾക്കാരോട് വലിയ ബന്ധമുണ്ട്, വലിയ കടപ്പാടുണ്ട്, വലിയ ജവാബ്ദാരിയുണ്ട്, വലിയ പിരിശപ്പാട് കാട്ടേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടവരാണ് ഞങ്ങളെ കുടുംബക്കാരിൽ മാത്രമല്ല ബിർസ കാട്ടനായത്, കുടുംബക്കാരോട് മാത്രമല്ല ഞങ്ങൾക്ക് ഹക്കുബാധ്യത കടമയുള്ളത്. കുടുംബക്കാരെ മാത്രം നോക്കിയങ്ങമയാവല, അയൽവാസികളെ നോക്കണോ, പഠിപ്പിച്ച ഉസ്താദുമാർ, മാഷുമാർ, ടീച്ചർമാരെ നോക്കണോ, വയസ്സന്മാരോട് വലിയ റെസ്പെക്ട്, ബഹുമാനം വേണോ, എല്ലാവരോടും വേണോ. എന്നാ ഏറ്റവും കൂടുതൽ കടമകൾ പാലിക്കപ്പെടേണ്ടത്, കാര്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടത്, ബന്ധം കാക്കേണ്ടത്, ബന്ധം നന്നാക്കേണ്ടത്, പിരിസം കാട്ടണായത് കുടുംബക്കാരൊട്ട.
കുടുംബക്കാരോട് നല്ല പിരിശപ്പാടിൽ കഴിയണോ, കുടുംബക്കാരോട് നല്ല ഒരുമപ്പാടിൽ കഴിയണോ. കുടുംബ ചൊന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്ത്ര കൊന്തുണ്ട? മലയാള പദായിട്ടിക്കടത് കുടുംബ. കൂടുമ്പോൾ ഇമ്പം, കൂടുമ്പോൾ പ്ലസ് ഇമ്പം, അങ്ങനെ അല്ലെങ്കിൽ ഒട്ടിക്കാകുമ്പോ ഒരു പിരിസപ്പാട്, സന്തോഷ, ലവളവിക്ക് ഏറെ, അതാണ് കുടുംബം. ഇനിയിപ്പോ കുടുംബം ഒട്ടിക്കാകുമ്പോ പിരിസപ്പാട് സ്നേഹമല്ലോ കൂടരമോ അല്ല അരസപണ്ടമോ? അവത്തക്ക് പെങ്ങളെ മക്കളെ ബണ്ടാറും ചൊന്നിട്ടാകുമ്പോ നിന്റെ മുഖ ഇഞ്ചി കടിച്ച കുരങ്ങര പോലെ ആവണ്ടമാ അല്ല നല്ല ഹാപ്പി ആവണ്ടമാ? മാഷാ അല്ലാ പെങ്ങ വണ്ടാള് അല്ലാ എൻ്റെ ഉമ്മറ ഭയത്തിൽ കിടന്നോളൂ, മാഷാ അല്ലാ മക്ക കിടാക്ക കുഞ്ഞെല്ലുണ്ട്, മാഷാ അല്ലാ ഇണ്ട് വണ്ടാള് ആട്ട അൽഹംദുലില്ലാ വന്നേ നീ വാടകെത്തിയ ബുട്ടെ നീ ബുട്ടെ അവിടെ ബുട്ടെ ഇങ്ങനെ കേക്കടമാ അല്ല ഉൾക്ക പോയിട്ട് പെഞ്ഞാരോട്ടെ വണ്ടാളൂല ഷാവു. അപ്പൊ ഓളു അതിൻ്റെ അപ്പുറത്തത് ഞാൻ നല്ല വന്നിട്ട് പോയോ പാട വേണ്ട ഉണ്ടണ്ട. പിന്നൊന്നുണ്ടോ അങ്ങനെ അങ്ങ് ചിന്തിക്കൊരു കാരണമുണ്ടോ? ഈ വന്ന പെങ്ങന്മാരും അങ്ങനെ മക്കളും അങ്ങനത്തെ വന്നിട്ട് കൂടെ എല്ലാം തച്ച് പിടിച്ച് പൊളിച്ചിട്ട് എല്ലാം പോയാറാ 38,000 രൂപന്റെ ടിവിയും ബർബാദ്. യേശു അങ്ങനെ റിമോട്ട് ഇത്ര പോന്നിട്ടാണ്ടായി റിമോട്ട് ഔത്രോളുക എന്തോ ആയിട്ടില്ല. ഇന്നലെ പെങ്ങളെ മോൻ വന്നിട്ട് ഞെക്കിട്ട് AC എല്ലാം ഓസിക്ക് പോയി. പിന്നെ നിങ്ങളെ മുഖം എന്തില്ലെങ്കിൽ അത്ഭുത അങ്ങനെ ആവുതീരാ ഔത്ത് പറമ്പത്തേക്ക് ചെന്നു കൊടുക്കണം മക്കളോട്ടാ. അത് ഞങ്ങക്ക് വിസപ്പാട് കുറഞ്ഞിട്ടല്ല. ചില പെങ്ങന്മാരെല്ലാം അങ്ങനെ വിചാരിച്ചിട്ടോ ഓണ്ട ഒത്തുക്ക് അങ്ങനെ പോണ്ടേ, ഓണ്ട ഒത്തുക്ക് പോയിന്റെ മോന്റെ മുഖം ഇത്ര ബീങ്ങറതല്ല നിങ്ങൾ ബീങ് പാട്ടറോ. അപ്പൊ ഒരാളോട് പേരോൾ ചൊല്ലിട്ട് വന്നിട്ടാ ഇങ്ങനെമേ ചെല്ലണോ എന്താ അയാൾക്ക് നല്ല അനുഭവം ഉണ്ട്. വന്നിട്ടെല്ലാം പൊളിച്ചിട്ട് പോയിരോ സോപ്പ് സെറ്റ് അടക്കം പോയി കാളെ പൊളിച്ചത്. അത് കൂടുമ്പോ ഇമ്പല്ല, കൂടുമ്പോ നല്ല പിരിസപ്പാട് കൂടുന്നവരാണ് കുടുംബം, ഒരുമപ്പാട് കൂടേണ്ടവരാണ് കുടുംബം, പരസ്പരം അറിഞ്ഞിട്ട് ജീവിക്കേണ്ടവരാണ് കുടുംബം. ഹബീബായ റസൂലുള്ള പറഞ്ഞല്ലോ ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിം ശഫീഉൽ വറാ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ള പറയുകയാണ് ലാ യദ്ഖുലുൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരിക്കലും കടക്കല. എത്ര നിസ്കരിച്ചവനായെങ്കിലോ, ഡബിളാജിയല്ല ത്രിബിളാജിയായിട്ട് ഹജ്ജ് ചെയ്തവനായെങ്കിലോ, നിസ്കാരത്തിന്റെ കലാബല ബൊമ്പ് തൊട്ട പോലെ നെറ്റിയിലുണ്ടെങ്കിലോ ലാ യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ കടക്കല. ആര് കൊണ്ടുണ്ട? ഖാതിഉ റഹീം, കുടുംബബന്ധം മുറിച്ചോണോ. കുടുംബക്കാരുടെ അർസത്തിൽ കളിയറോണം. എളാപറൊട്ടമുണ്ടില്ല, അളിയന്മാരെ കണ്ണെടുത്തിട്ട് കണ്ടങ്ങാവല, മർമോളൊട്ടമുണ്ടില്ല, മർമോൾക്ക് അമ്മായും ചൊന്നെങ്കിൽ ഭയങ്കര അരസ. അങ്ങനെ അരസത്തിൽ കഴിയുന്നവരാണെങ്കിൽ, പിരിസപ്പാടില്ലാതെ കഴിയുന്നവരാണെങ്കിൽ, കുടുംബബന്ധം മുറിച്ചവരാണെങ്കിൽ കേട്ടോ, നിങ്ങൾ ദുആരുന്നിട്ട് കാര്യമില്ല, നിങ്ങൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു നിങ്ങന്ത മുണ്ടനില്ല റളിയല്ലാഹു അൻഹു ആമീൻ നല്ല റാഹത്തിൽ ചൊല്ലണോ. കാരണം ഇങ്ങനത്തെ ചാൻസ് എപ്പോഴും കിട്ടാല. മുസ്തഫ നബി ചൊന്നൊരു മുഅ്മിനീങ്ങളെ മജ്ലിസിൽ ദുആരുന്നാൽ വജബൽ ഇജാബ, ഉത്തരം ഉറപ്പാണ്. 40 ആള് കൂടിയ ജാഗയിൽ നിങ്ങൾ എന്തായെങ്കിലും ദുആറക്കണോ. കാരണം എന്തേ, അവിടെ ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ് എല്ലാം ബെടക്കുന്നല്ല, എല്ലാവരും 39 ആളും ബെടക്കുന്നു കൂട്ടിക്കോ. ഇൻ കേസ് ഒരു വേള അങ്ങനെ ആണെങ്കിൽ ഒരാളെങ്കിലും അതിൽ നല്ല ആളായിട്ടിക്കോ. പെണ്ണുങ്ങളാട്ടെ ആണുങ്ങളാവട്ടെ, ആ മുഅ്മിനീങ്ങൾ കൂടിയ മജ്ലിസില് എല്ലാരും നല്ലങ്ങമേ, എല്ലാരും ദുആക്കല്ല ഉത്തരം കൊടുക്കോ, എല്ലാരും ആമീനും അല്ല സ്വീകരിക്കോ. ഒരു വേള അങ്ങനെ അല്ല. ഇപ്പൊ ഞാൻ എത്ര നല്ല ആളെന്ന് എനിക്കറിയാലേ, നിങ്ങളെ കാട്ടി ഏറെ ഞാൻ എങ്ങനത്തെ ആളെന്ന് അറിയുന്ന ആളാറ് ചൊല്ലൂർല്ലേ മെല്ലെ നാണേ. നിങ്ങ എങ്ങനത്തെ ആളും നക്കുവന്നില്ല, നിങ്ങ എങ്ങനത്തെ ആളും നിങ്ങക്ക് സ്വന്തം കൊന്നില്ലേ കൊന്തൊട്ടു. അപ്പൊ ഞങ്ങ നല്ല ആളാ അല്ലേ അത് വേറെ വിഷയ. ഏതായാലും 40 മുഅ്മിനീങ്ങൾ കൂടുന്ന ആണ് പെണ്ണുങ്ങളുള്ള മജ്ലിസ്, അവിടെ ഒരാളെങ്കിലും ദുആരുന്ന ഉത്തരം ഉറപ്പാണ്. ആമീൻ പറഞ്ഞാൽ ഉത്തരം ഉറപ്പാൻ. ആമീൻ എന്നത് ചെറിയ കാര്യമല്ലല്ലോ. മുസ്തഫ റസൂലുള്ള പറഞ്ഞു അക്സിറൂ, നിങ്ങളതാ ആമീൻ എന്ന വാക്ക് നല്ലോണം വർദ്ധിപ്പിച്ചോളൂ. ആമീൻ ആമീൻ നിങ്ങൾ നല്ലോണം പറയണോ.
ആമീൻ നല്ലോണം പറയണോ. ആമീൻ എന്ന വാക്ക് നിങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കണോ. കാരണം എന്തറിയോ, മുസ്തഫ റസൂലുള്ള പറയുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ജൂതന്മാർക്ക് വളരെയധികം വെറുക്കപ്പെട്ട കാര്യമാണ് ആമീൻ. ജൂതന്മാർക്ക് തീരെ ഇഷ്ടമല്ല ആമീൻ. ജൂതന്മാർക്ക് ഞങ്ങളോട് ഭയങ്കര വിരോധമുള്ള രണ്ട് കാര്യമുണ്ട്. ജൂതന്മാർ ചെന്ന് അറിഞ്ഞ എനിക്ക്, ജൂതന്മാർ ബൈത്തുൽ മുഖദ്ദസ് പള്ളി പിടിച്ചിട്ടുള്ളങ്ങ, കോടാനക്കോടി ലക്ഷോപലക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയങ്ങ, എത്രയോ നൂറുകണക്കിന് നബിമാരെ കൊന്നങ്ങ. അല്ലാഹു തആല 1,24,000-ൽ പരം നബിമാരെ ലോകത്തേക്ക് അയച്ചന്. അതിൽ 1,00,000-ഓളം നബിമാറും വന്നത്, അല്ല ഭൂരിഭാഗം നബിമാറും വന്നത് ജൂതന്മാരെ നന്നാക്കുവേണായിട്ട്. പിന്നെയും 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 അല്ലാഹു തആല നബിമാർ അവിടെയൊക്കെ കടത്തിയതിന്റെ അർത്ഥം എന്തോ, അങ്ങ ടയർ പോലത്തെ മനുഷ്യന്മാരും ചൊന്നങ്ങ് കേക്കില്ല, അല്ലെങ്കിൽ അത്രയല്ല നബിമാരെ കടത്തണ. ദൈവമ നേരെ ദൈവമ നക്കി പ്രസംഗിക്കുമ്പോ ഒസ്വാസിയേറെ. നിങ്ങൾ നല്ല ശ്രദ്ധയിലുള്ളാറ്, നല്ല ചന്തത്തിലുള്ളാറ്, മാഷാ അല്ലാ, നല്ല മജ്ലിസ്. ഞാൻ നിങ്ങളെ ചെറുതാക്കടല്ല, നക്കൊരു ഒസ്വാസ് പോലെ. എന്താ നിങ്ങക്ക് മനസ്സിലാവില്ലേ, നിങ്ങൾ എന്താ നടന്നോണ്ടുള്ളൂ. പിന്നെ ഈ മക്ക ചെന്ന പോലെ കേക്കുറില്ല, ഐലീല അവിടെ ബോട്ടി ബുഗ്ഗ ബിസിനസ് എല്ലാം ഉണ്ടാന്നല്ലേ. ഈ കെട്ടിക്കെട്ടെ അതൊരു ചന്തമേ, മജ്ലിസ് അതൊരു ചന്തമേ, അതെല്ലാം വേണോ. അത് എപ്പം ഉള്ളത് ആയെങ്കിലാ അവിടെ തെല്ല് കൺട്രോൾ ജാഗ്രത ബലിയങ്ങാക്കണം. ഇത് ജാത്ര അല്ലല്ലേ, ഇതൊരു ഉത്സവമല്ലല്ലേ, ഇതൊരു ആത്മീയ മജ്ലിസാ. ഇത് ഏറ്റവും വലിയ കൂലിയുള്ള ഇബാദത്താ. ഇതൊരു നേരം പോക്കിന്റെ മാമൂലല്ല, ഇതൊരു മാമൂൽ ആചാരല്ല. എങ്ങനെ നടക്കട്ടെ, കഴിഞ്ഞ വർഷം നടന്നിട്ടല്ലേ ഈ കൊല്ലം നടക്കട്ടെ എന്നും പറഞ്ഞ് നടക്കണ വിഷയമല്ല. ഈന് വലിയ അതബുണ്ട്, ഈനോട് വലിയ ബഹുമാനം വേണം, ഈനോട് വലിയ അതബ് വേണം, ഈനോട് വലിയ താല്പര്യം വേണം, ഈനോട് നല്ല ഈമാന് വേണം. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഞാൻ തിരിയുന്നോ, ഞാൻ വിഷയം തിരിയുന്നോ. ജൂതന്മാർ ലോകത്ത് വന്ന ഏറ്റവും വലിയ ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ ശത്രുക്കളാണവർ. പാരമ്പര്യമായി മുസ്ലിമീങ്ങളോട് അവർക്കുള്ളത്ര ഹർഷം വേറെ ഒരു സമുദായത്തിന് ലോകത്തില്ല. മാത്രമല്ല മുസ്ലിമീങ്ങളോട് വല്ലാത്ത പകവെച്ച് പുലർത്തുന്നവർ, ചതിവെച്ച് പുലർത്തുന്നവർ ജൂതന്മാരാണ്. അവർക്ക് നിങ്ങളോട്, മുസ്ലിമീങ്ങളോട് രണ്ട് കാര്യത്തില് വല്ലാത്ത ചതിയുണ്ട്, കേടുണ്ട്. ജൂതന്മാർക്ക് രണ്ട് കാര്യത്തിൽ നിങ്ങളോട് വല്ലാത്ത ചതിയുണ്ട്. ഏതറിയുമോ ആ രണ്ട് കാര്യം? റസൂലുള്ള പറയുകയാണ്, ഇന്നൽ യഹൂദ ഖൗമു ഹസദീൻ. ജൂതന്മാർ ചതിന്റെ ആൾമാരാണ്, നഞ്ച് വെക്കുന്ന ആൾമാരാണ്, പക വെക്കുന്ന ആൾമാരാണ്. ഇന്നൽ യഹൂദ വ ഇന്നഹും ലാ യസ്ദൂനനാ അലാ ശൈഇൻ കമാ യസ്ദൂനനാ അലാ സലാമി വ അലാ ആമീൻ. ജൂതന്മാർ അവർ ഞങ്ങളോട് നെഞ്ചുവെക്കുന്നത് ഏത് വിഷയത്തിൽ കൊണ്ടുണ്ടാ? ഒന്ന് സലാം ചെല്ലുന്ന വിഷയത്തില്. നിങ്ങൾ അപ്പുറപ്പുറ സലാം ചൊന്നിട്ട് നടക്കുന്നത് അങ്ങക്ക് കാണാവൂല. നിങ്ങൾ സലാം നല്ലോണം ചൊല്ലണോ. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടല് വേണ്ടത്. നിങ്ങൾ പരസ്പരം കാണുമ്പോ സലാം ചൊല്ലണോ. അവിടെ ഗ്രൂപ്പ് നോക്കണ്ട, ആൾമാരെ നോക്കണ്ട. നല്ല സമാധാനത്തില് റാഹത്തില് നിങ്ങൾ നേരെ നേരെ ദയിക്കണാവല്ലേ. നിങ്ങൾ ഇടക്കിടക്ക് പോയോണ്ടും വന്നോണ്ടും എന്തൊക്കെ തീരും മജ്ലിസില്. ചെറിയങ്ങാവും വലിയങ്ങാവും ആറുവാവും. അങ്ങനെ അർജന്റ് മുണ്ടോണെന്നുള്ളത് പെരവൽ തയ്ച്ചങ്ങായിത്ത് ഇയാൾത്തല്ല ബി പി ഉണ്ടല്ല. ബി പി അത് അങ്ങനത്തെ ബി പി എന്തോ അല്ല, അത് ഒരു പിരിസപ്പാന്റെ ബി പി. നിങ്ങൾ വേറൊന്നും വിചാരിച്ചോണ്ട. അതൊരു പാങ്ങല്ല. അത് വേണം നല്ലോണോ. ഇബാദത്ത് തെല്ല് കുറഞ്ഞൊന്നും സാരമില്ല. ഇബാദത്തിന്റെ കെട്ട് വേണ്ട അള്ളാഹ്ക്ക്. ഇബാദത്തിന്റെ കെട്ടേ കൊണ്ടുപോകണമെന്ന് അള്ളാഹ്ക്ക് നിർബന്ധമൊന്നുമില്ല. അദബിന്റെ കെട്ടേ വേണം. ഇബാദത്ത് കുറഞ്ഞൊന്നും സാരമില്ല. അതിന്റെ അർത്ഥം നിസ്കരിക്കാണ്ട് തയ്ക്കണമെന്നല്ല. നിങ്ങൾ നോക്കൂ, 50 നേരം നിസ്കാരം അള്ളാഹ് ഫർലാക്കിയ. ഫസ്റ്റ് 50 വക്ത് നിസ്കാരം ഇപ്പോഴും ഇന്നെങ്കിലും ഞങ്ങൾ എത്ര ഗണ്ട ഒരിക്കൽ നിസ്കരിക്കാനായി? 50 ഡിവൈഡഡ് ബൈ ഭാഗിസു 24. ഒരു നാലില് എത്ര ഗണ്ട? 24 കൂടെ അങ്ങനെ അല്ലേ? 24 hours. യെസ്. അതിനെ ഭാഗിസു 50 എത്ര? ഒരു ഗണ്ടക്ക് ഒന്ന് നിസ്കരിക്കുന്നെങ്കിൽ 48 നിസ്കാരം ആവിടോ? 50 ആവില്ല. അപ്പൊ എന്താക്കണോ?
ഒരു ഗണ്ടക്ക് ഓരോന്ന് നിസ്കരിക്കുന്നെങ്കിൽ 24 നിസ്കാരം ആവിടോ. ഇനി അരഗണ്ട കൂടുമ്പോ ഒരു നിസ്കാരം നിസ്കരിക്കണമെന്നെങ്കിൽ 48 നിസ്കാരം ആവിടോ. അരഗണ്ടയോ അല്ല, 25 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഒരു നിസ്കാരം. അല്ല കാക്കണ്ടേ, അല്ല കാത്തില്ലേ? അത് മൂറ്റ് ഫസ്റ്റ് ആ മൂസാ നബി അങ്ങാനും കണ്ടിട്ടില്ലെങ്കിൽ എന്താണ്? നിങ്ങൾ ബദ്രീങ്ങൾക്ക് മാത്രം ഫാത്തിഹ ഓദ്യം വയ്യാവല്ല, മൂസാ നബിക്ക് എങ്ങനെ ഓതണം? അയാളെ കൊണ്ട് കിട്ടിയ ഗുണം ചെറുതല്ല ഒന്നു. നിങ്ങ പിന്നെ ഈ പുത്തനവാദി ഉണ്ടല്ലേ, ഇപ്പത്തെ സൽപ്പി കുളിപ്പിയല്ല, അങ്ങ് 50 വക്ത നിസ്കരിക്കണം. എന്തേ അങ്ങനെ കൊണ്ടുള്ള കൊണ അങ്ക് വേണ്ടല്ലേ? ശിർക്കല്ലേ? നിങ്ങക്ക് പിടിയായിട്ടില്ലേ? നിങ്ങക്ക് അർസം വന്നതല്ലേ? പാർട്ടി ഒന്നല്ലെന്നാണ് നാട് വിഷയൊന്നോ. പാർട്ടി നഗ്ഗ പാർട്ടിയിലൂടെ ഉള്ള പാർട്ടി ഏറി പാർട്ടി ഒന്നല്ല. അപ്പൊ 50 വക്ത് നിസ്കാരോ അത് മഹാന്മാരെ കൊണ്ട് അല്ലാഹു തആല ചെയ്ത ഇളവാണ്. മരണപ്പെട്ടു പോയ മൂസാ നബി അലൈഹിസ്സലാമിനെ ആകാശലോകത്ത് വെച്ച് മുസ്തഫ റസൂലുള്ള മിഅ്റാജിന്റെ രാത്രി കണ്ടപ്പോ അവിടുന്ന് മൂസാ നബി ചോദിച്ചു, നബിയേ, എന്താണല്ല കാണിക്കയായിട്ട് തന്നത്, സമ്മാനമായിട്ട് തന്നത്? മുസ്തഫായ നബി തങ്ങൾ അല്ലാഹനെ കണ്ടപ്പോ പറഞ്ഞു, അത്തഹിയ്യാത്തുൽ മുബാറകാതു സ്വലവാതു ത്വയ്യിബാതു ലില്ലാഹ്. അല്ലാഹനെ കണ്ടപ്പോ നബി തങ്ങൾ പറഞ്ഞ അഭിവാദനമാണത്, ദക്ഷിണയാണത്. അപ്പൊ അല്ല പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, പൊന്നാര നബിയേ, എന്റെ ഹബീബായ നബിയേ, എന്റെ രക്ഷ, എന്റെ സമാധാനം, എന്റെ ശാന്തി നിങ്ങൾക്കുണ്ടാവട്ടെ നബിയേ, എപ്പോഴും ഇരിക്കട്ടെ നബിയേ എന്ന് ചൊന്നപ്പോ ആജാകലും വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർത്തത്, ഞങ്ങളായിട്ടിക്കട് മളലിക്കാരെ, ഉമ്മ പെങ്ങന്മാരെ, അന്ന് അള്ളാനെ കണ്ട ടൈമില് പോലും അള്ളാന്റെ റസൂൽ അവിടെ ഓർമ്മിച്ചത് ഞങ്ങളായിട്ടിക്കട്, മളലിക്കാരായിട്ടിക്കട്. ഞങ്ങളെ മറന്നിട്ടില്ല റസൂലുള്ളാഹ്. നബിയെ, നിങ്ങളെ മേലെ എന്റെ സലാം ഉണ്ടാവട്ടെ, എന്റെ രക്ഷ അങ്ങക്കുണ്ടാവട്ടെ നബിയെ, എന്റെ ശാന്തി സമാധാനം നബിയെ നിങ്ങൾക്ക് ഇരിക്കട്ടെ നല്ല ചൊന്നപ്പോ നബി തങ്ങ എന്തൊരു ചൊന്നുകൊണ്ടുണ്ട ആമീൻ ചൊന്നിട്ട് കൈപുട്ടിയതല്ല, ആ എന്ന് പറഞ്ഞിട്ട് ഓക്കെ അടിച്ചതല്ല, ലൈക്ക് അടിച്ചതല്ല. ആ സമയത്ത് റസൂലുള്ളാഹിയോട് പറഞ്ഞു, അല്ലോ നക്ക് മാത്രം നിന്റെ ശാന്തി സമാധാനം സലാമത്ത് മയ്യാവല, നക്ക് മാത്രം കിട്ടിയങ്ങ് മയ്യാവല, വഅലാ ഇബാദിക സ്വാലിഹീൻ, എന്റെ ഉമ്മത്തീങ്ങളായ എന്റെ സമുദായമായ നല്ലവരായ നിന്റെ എല്ലാ അടിമകൾക്കും അത് വേണോ അല്ലാ. നിന്റെ സമാധാനം, നിന്റെ ശാന്തി, നിന്റെ രക്ഷ മളലിക്കാരായ ഉമ്മ പെങ്ങന്മാർ, സഹോദരി സഹോദരന്മാർക്ക് വേണോ അല്ലോ, എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണോ അല്ലോ. അള്ളാനെ കണ്ടപ്പോ നബി തങ്ങൾ ഞങ്ങളെ ഓർത്തിട്ട് അല്ലാഹുവോട് പറഞ്ഞ അപേക്ഷ, അങ്ങനെ വരുമ്പോ അല്ലാഹ് 50 വക്ത് നിസ്കാരം കൊടുത്ത ആ 50 വക്ത് നിസ്കാരത്തിന്റെ കട്ടാജ്ഞയുമായിട്ട്, നിർബന്ധ കൽപ്പനയുമായിട്ട്, 50 വക്ത് നിസ്കാരത്തിന്റെ സമ്മാനവുമായിട്ട് ഹബീബായ നബി തങ്ങൾ ഇറങ്ങുമ്പോ മഹാനായ മൂസാ നബിയെ അവിടെ കണ്ടു. മൂസാ നബി അത്രത്തോളം ആടി മൂസാ നബി അത്രത്തോളം അയാൾ മരിച്ചുപോയിര്. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ട് 2000 വർഷം മുന്നുള്ള വന്ന ആള്. മൂസാ നബി വന്നിട്ട് പോയിട്ട് ഇപ്പതൊക്കെ 3000 വർഷം കഴിഞ്ഞിട്ട് ഈസാ നബി വന്നു പോയിട്ട് 2000 ചില്ലാന വർഷമായിട്ട് ഇല്ലേ? ഇത് 2024 ക്രിസ്ത ശക്ക പിടിയായിട്ടില്ല പോവാ. നിങ്ങക്ക് എന്തും കൂടെ പാവത്തങ്ങ നല്ല മനുഷ്യന്മാർ സാധു ഇങ്ങനത്തെ ആൾമാർ അവിടെ കണ്ടിട്ടില്ല. ഒരു പാവല്ലേ മാഷാ അല്ലാഹ്. ഞങ്ങൾ അബ്ബ ഉമ്മന്ന് കിട്ടിയ നല്ല സ്വഭാവം, അങ്ങനത്തെ പാരമ്പര്യമുള്ള നാടിത്. ആലിമീങ്ങൾ ചവിട്ടിയ മണ്ണിത്, മുത്തഅല്ലിമീങ്ങൾ നടന്ന മണ്ണിത്. മഹാനരായ ശൈഖുന, ഞങ്ങളെ എല്ലാമായ മഹാനരായ ശൈഖുന ഖാസിം ഉസ്താദ്, ഞാൻ ഇപ്പൊ അനുസ്മരിക്കുന്ന അല്ലാതെ ഇന്നലെ കഴിഞ്ഞു. എന്നാലും ഞങ്ങളെ മഹാനരായ ഗുരുവായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ഇലാഹി പ്രസ്ഥാനത്തിന്റെ മുബാറക്കായ ആ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ ഈ ഉമ്മത്തിന്റെ ഈമാനിന്റെ കോട്ടയായ ആ സമസ്തയുടെ മഹാനരായ 40 അംഗ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ഖാസിം ഉസ്താദ്.
മൂടികര സംയുക്ത ജമാഅത്ത് ഖാദിയായിരുന്നു ഖാസിം ഉസ്താദ്. 10,000-ഓളം 10,000-ഓളം വരുന്ന 10,000-11,000-ഓളം വരുന്ന മദ്രസകള് ഇന്ത്യയിലുണ്ട്. കേരളത്തില് കർണാടകത്തില് മാത്രമല്ല, ഇന്ത്യയിലുണ്ട്, തമിഴ്നാട്, പിന്നെ ശ്രീലങ്കയിലുണ്ട്, ലക്ഷദ്വീപിലുണ്ട്, സിംഗപ്പൂരിലുണ്ട്, സൗദിയിലുണ്ട്, കുവൈറ്റിലുണ്ട്, ദുബൈയിലുണ്ട്, അങ്ങ് ലണ്ടനിൽ വരെ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയുണ്ട്. ആ മദ്രസകളുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ മഹാനരായ സെക്രട്ടറി ആയിരുന്ന ഖാസിം ഉസ്താദ്, ഇമാം ഷാഫി ഇസ്ലാമിക് അറബി കോളേജ് എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ എല്ലാമായിരുന്ന ഖാസിം ഉസ്താദ്, ഞങ്ങളെ മഹാനരായ ഗുരുവര്യരായിരുന്ന ഖാസിം ഉസ്താദ്, അള്ളാഹു പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഒരു അറഫ നാളില് കോടാനക്കോടി മുഅ്മിനീങ്ങൾ സുന്നത്ത് നോമ്പ് നോറ്റ് അള്ളാഹു തആലാക്ക് മടങ്ങിയിരിക്കുന്ന അറഫ നാളില്, ഈ ലോകം കണ്ട ഏറ്റവും നല്ല നാളുകളിൽ ശ്രേഷ്ഠമായ അറഫ നാളില് സുന്നത്ത് നോമ്പ് നോറ്റിട്ട് അല്ലാഹു തആലാന്റെ വിളിക്കുത്തരം പറഞ്ഞ് മരിച്ചുപോയ, മരണപ്പെട്ടുപോയ ശൈഖുനൽ മർഹൂം ഖാസിം ഉസ്താദ് നാളെ നോമ്പ് തുറക്കുന്നത് സ്വർഗത്തിലാണ്. ഹൂറുള്ളീങ്ങളെ കയ്യിൽ നിന്നിട്ട് വെള്ളം വാങ്ങി കുടിച്ചിട്ടാണ്. അള്ളാഹു അവരോടൊപ്പം ഞങ്ങളെയും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. ആ ഖാസിം ഉസ്താദും ഈ നാട്ടിൽ ഓതിപ്പടിച്ച മുത്തല്ലിമാണ് പണ്ട്, അല്ലേ? ഈ നാടിന്റെ ഉമ്മപങ്ങന്മാർ ചോറ് കൊടുത്തോ, ഈ നാട്ടിന്റെ ബാപ്പ സഹോദരന്മാർ ഭക്ഷണം കൊടുത്തോ, വേണ്ടിയതെല്ലാം കൊടുത്തിട്ട് പോറ്റിയിട്ട് വളർത്തിയിട്ട് വലുതാക്കിയ ആലിമായിരുന്നു അവർ. ഇത്തരം ആലിമീങ്ങൾ ദർസ് നടത്തിയ നാട്, ചരിത്രമുള്ള നാട്. അതുകൊണ്ടാണ് കുറച്ച് ചങ്കിയും കുറച്ച് ഒരു പാപ്പത്തരവും ഒരു ഇതെല്ലാം നിങ്ങൾക്കുള്ള. അങ്ങനെ മാഷാ അല്ലാഹ്. ചില നാട്ടിലല്ല അങ്ങനൊന്നും ഇല്ല. ചില നാട്ടിൽ ഭയങ്കര കിബറും അഹങ്കാരവും യബഹും ആരി ഓണേ. ഞങ്ങളെ നാട്ടിൽ ആ ദീനിന്റെ, ആ ഈമാനിന്റെ അംശം മാഷാ അല്ലാഹ്. ഇപ്പൊ പിന്നെ തലതിരിഞ്ഞ ലോകം, എല്ലാം പോയി, ഔട്ടായി, അല്ലേ? എല്ലാം ബാഹർ ഗയ. അപ്പൊ പിന്നെ എല്ലാ പേക്കൂത്തും ഞങ്ങളെ സമാജത്തിൽ കുറച്ച് ഏറെ കൺട്രോൾ ഇല്ലാണ്ട്, ലിമിറ്റ് ഇല്ലാണ്ട്, നെട്ടും ബോൾട്ടും ഇല്ലാണ്ട് കുത്തഴിഞ്ഞ ജീവിതം, തലതെറിച്ച ജീവിതം, അല്ലാഹു പൊരുത്തപ്പെടാത്ത ജീവിതം നടത്തുന്നത് ഈ സമാജത്തിലുള്ളവരാണ് ഏറെ. ഇന്നലെ ഒരു വീഡിയോ കണ്ട, ഞങ്ങള് ഏതൊരു മാളില്, ഞാൻ മാളിന്റെ പേര് ചെന്നില്ല, പേടിച്ചിട്ടല്ല, മാൾക്കാര് തെറ്റല്ല, അത് മാളിന്റെ പേര് ചെന്നിട്ട് നാളെ എനിക്ക് ഗഡിപിടിയാണ്ട, പേടിച്ചിട്ടൊന്നും അല്ല, എന്നാലും അതിന്റെ ആവശ്യമില്ല. അവിടെ പോയിട്ട് ഇന്നലൊരു ഡാൻസ് കണ്ടില്ലേ നിങ്ങ? യാ അല്ലാഹ്, ഫർദ ഇട്ട് ഞങ്ങളെ ബാത്തു, തലക്ക് മഫ്തയിട്ട് ഞങ്ങളെ ഖദീജ, നല്ല പോലെ കൈമറയോടത്തോളം കമി, പിന്നെ ഡ്രസ് ഇട്ട് ചുടിദാറിട്ട് ഞങ്ങളെ മൈമൂന. അവിടെ ഡീജ കളിക്കുന്നു, ഹർ ദിൽ ജൂ പ്യാർ കരേഗ. എന്തോരം ഡാൻസ് ആണല്ലോ, അല്ലാഹനെ മറന്നിട്ടുള്ള കളിയാണ്, ആഭാസമാണ്, തെമ്മാടിത്തരമാണ്. ബാപ്പ ഉമ്മമാറ് കേട്ടോ, നിങ്ങളും നാളെ പരലോകത്ത് വിരല് കടിക്കേണ്ടി വരാ. പൊന്നുമോള് പഠിക്കുന്നെന്ന് പറഞ്ഞിട്ടാകുമ്പോ ചോദിക്കാൻ ആളില്ലാത്ത പോലെ പഠിക്കാൻ വിടണ്ട. ഒന്ന് വാച്ച് ചെയ്യണോ, ഒന്നവരെ കച്ചാക്കണോ? അവർ ഓടെ പോയോണ്ടുള്ളാറ്, എങ്ങടെ പോയോണ്ടുള്ളാറ്, എങ്ങടെ എന്താക്കിയോണ്ടുള്ളാറ്. അവർക്ക് വേണ്ടിയിട്ട് ഇത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ പണിയെടുക്കുമ്പോ നിങ്ങൾക്ക് ഇതല്ലേ ജവാബ്ദാരിയില്ലേ? അങ്ങ് ചെറിയ മനസ്സ്, ചെറിയ കൽബു സമ അങ്ങനത്തെല്ലാം പ്രിപ്പറാവും. ചെറിയല്ലേ, ചെറിയ ബുദ്ധിയല്ലേ, തെല്ലാ പ്രിപ്പറാവും. ബാല്യക്കാർക്കെല്ലാം ഗഡിപിടിയല്ലാവും. അത് ഞങ്ങൾ ഗഡിപിടിയാക്കണമെന്നില്ല, വലിയ അങ്ങ അതിൽ ഞങ്ങൾക്കെല്ലാം കൺട്രോൾ ആക്കണം. ഇപ്പൊ പിന്നെ ഗഡിപിടിത്തല് ഏറമേ ബാല്യക്കാർത്തികല്ല. എന്തേ ഇപ്പൊ സാഹചര്യം എല്ലാം അങ്ങനെ. മൊബൈലൊന്നും ലോക്ക് എടുത്തും കണ്ടതേ അങ്ങനത്തത്, പോയെങ്കും കണ്ടതും അങ്ങനത്തത്. ഇനി വയലിന്റെ മജ്ലിസിന് പിന്നെ പോണ്ടമേ ഗാലറിക്ക് 2020 ഹെഡ്ലൈറ്റ് നേരെ അപ്പുറത്തെ ഗ്രൗണ്ടിലും. പിന്നെ പള്ളി പറമ്പു നിസ്കാരം നിലപാടല്ല, അതല്ല ആർക്ക്, അത് ഇത്ര ഒരു അണുമണി തൂക്ക ഈമാനുള്ളോണ്ടല്ലേ. ഇപ്പൊ കുടുംബം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാ. പണ്ട് ഞങ്ങളെ ബോബ അബ്ബമാരോട് വയസ്സന്മാരുള്ളവരല്ലേ, ഹിരിയന്മാരുള്ളവരല്ലേ. യാ റഹ്മാൻ, ആ ചെറിയ പൊരല് എത്ര ആൾമാറ് ഇന്നത്തെ പോലത്തെ കട്ടില് കിടക്കുണ്ടാ. ഇപ്പത്തെ കട്ടില് കണ്ടെങ്കില സ്വഭയത്തോളം തുള്ളിക്കൊണ്ടിരിക്കറിയില്ല, ഇങ്ങനെ ജമ്പടിച്ചോണ്ടിരിക്കും. അങ്ങനത്തെ കിടക്കല്ലേ. അതിന്റെ ആഡും അങ്ങനെ വെളിക്ക് തനക്കാ ജംപിങ്, നിദ്രയല്ലേ ജംപിങ്. അന്ന് ഞങ്ങൾ അബ്ബ നിലത്ത് ആ മണ്ണ് പുറത്തെ ജാഗല് ചെറിയ പായിട്ടിട്ട്, പുല്ലിന്റെ പായ ഇന്നെങ്കിന്ന് ഇല്ലെങ്കില്ല
അത് കിടന്നിട്ട് ഉറങ്ങിയാറ്. എത്ര മക്ക പറഞ്ഞുള്ളുക, എത്രയാളെ മൂത്ത് പറഞ്ഞുള്ളുക, എത്ര മരുമക്ക പറഞ്ഞുള്ളുക, എത്ര റാഹത്ത്, എത്ര നല്ല കുടുംബ, എത്ര നല്ല ചന്ത, എത്ര നല്ല പിരിസപ്പാട്, എത്ര നല്ല ഒരുമപ്പാട്. ഇന്നതുണ്ടാ? ഇന്നതില്ല. കുടുംബ എന്ന ആ ഒരു ചിന്ത നമ്മളൊന്ന് പോയപ്പോ, ആ ഒരു പിരിസപ്പാട് ഞങ്ങളൊന്ന് പോയപ്പോ, ഞങ്ങൾക്കുള്ള എല്ലാ റഹ്മത്തും ബർക്കത്തും അല്ല എടുത്തു കളഞ്ഞ. എല്ലാം എടുത്ത. സത്യത്തില് എല്ലാവരും ഒട്ടിക്ക് ഈ പിരിസപ്പാടിൽ കളിയുമ്പില്ലേ, ഈ കുടുംബക്കാരിൽ പിരിസ വേണോ ചൊന്നിട്ടാകുമ്പോ നിങ്ങൾ ഗാബിരിയാവണ്ട. നിങ്ങളെ ഹാർട്ട് താതക്കും കിഡ്നി മീത്തക്കും ആയിരുണ്ട. നിങ്ങളൊട്ട ഞാൻ ജാഗന്റെ പട്ട കൊണ്ടേറ്റ് കൊടുക്കുന്നു ചൊന്നിട്ടില്ല. എളാബറൊട്ട പിരിസ വേണോ, മൂത്തമ്മറാട്ട പിരിസ വേണോ, അമ്മായിമാരൊട്ട പിരിസ വേണോ, മരുമോളിലും നല്ല പിരിസ അമ്മായിക്ക് വേണോ, അമ്മായിനെ ഉമ്മാനെ പോലെ പിരിസ വെക്കണോ മരുമോളു, അളിയന്മാരിലും പിരിസം വേണോ എന്ന് ചൊല്ലുമ്പോ നിങ്ങൾ ഗാബിരിയാണ്ട. ഇയാള് ചൊന്നിട്ട് ലാസ്റ്റ് ജാഗന്റെ പട്ടമേ കൊടുക്ക ചൊല്ലാന്ന്. ഇല്ലില്ല, അങ്ങനൊന്നും വേണ്ട. ഇനി ഉണ്ടം കൊടു, നിനക്ക് നല്ല മനസ്സുണ്ടം കൊടു, അങ്ങനെ കൊടുത്തങ്ങ് ഉള്ളാറ്. നീ വല്ല ബമ്പന്തു വേണ്ട അവിടെ. അങ്ങനെ ഇല്ല, മനസ്സിൽ വേണ്ട. നീ അവരെ സഹായിക്ക്, കഴിവതുപോലെ സഹായിച്ചോ, ആവതുപോലെ സഹായിച്ചോ, അവരോട് നല്ല പിരിശപ്പാട് കാണിച്ചോ, സൗകര്യം കിട്ടുമ്പോ അവരെ നീ സന്ദർശിച്ചോ, അവർക്ക് വേണ്ടി ദുവാരുന്നോ, അവരെ ഇടക്കിടക്ക് മുലാഖാത്ത് നടത്തിക്കോ, അവർക്ക് സലാം പറഞ്ഞോ. കുടുംബ ബന്ധം ചേർക്കുന്ന അങ്ങനെയാണ്. ഞങ്ങൾ റായത്തങ്ങളെല്ലാം അങ്ങലത്തേക്ക് വിളിച്ചെങ്ങും ഇളാവനെ വിളിക്കാല, റബീലവന്റെ മൗലുദ് എല്ലാരെ വിളിച്ചെങ്ങും പെങ്ങളെ വിളിക്കാല, റാത്യവ് ആൾമാരെ കൊണ്ടിട്ട് വലിയ ജഗബുക റാത്യവാക്കിയെങ്കിലും ഒരു പയ്യ കൊണ്ടിട്ട് അറുത്തിട്ട് ഇറച്ചിക്കറിയാക്കിയെങ്കിലും ഞങ്ങ അമ്മായിനെ വിളിക്കാല. അല്ല എന്താ ചന്ദ്രവന്തണ്ട് അയാള് അത് വേണ്ട അയാൾ വേണ്ട എന്തൊക്കെ മുന്നേ ഒരാൾ അജ്ജിക്ക് പോയി. ഇപ്പല്ല, കഴിഞ്ഞ സീസണില്. നിങ്ങൾ ഫോൺ നമ്പർ കേട്ടിട്ടുണ്ടോ ആറത്? അയാളും അജ്ജിക്ക് പോണ്ട മുന്നൂല് റഹ്മാന് പടമൗലുദു. എന്ത് മൗലുദു? പടമൗലുദു. വിളിക്കാത്ത ഉസ്താദുമാരില്ല, തങ്ങന്മാരില്ല, വ്യവസായി, ഉദ്യമി, എല്ലാരും ഉണ്ട്. മൂത്തബ്ബയില്ല. അബ്ബറ മൂത്തോ? അബ്ബൻ ചൊന്നങ്ങാറ് മൂത്ത അബ്ബ, അബ്ബറെ മൂത്തോണ് മൂത്ത അബ്ബ. അയാളില്ല. ഹിന്ദുസ്ഥാന മൗത്തായിട്ടില്ല. അയാൾ ജീവത്തിലുണ്ടോ? അവിടെ ഓന്റെ കാട്ടി ഉഷാറിലുണ്ട്. ആയെങ്കിലും ഹജ്ജിക്ക് പോണ്ട ഈ മനുഷ്യ മൂത്തബ്ബറെ വിളിച്ചിട്ടില്ല. ആരെ കേട്ടാറ്? എല്ലാരും വന്നിട്ടാറ് പോവാ. മാജി MLA, എക്സ് MP, വ്യവസായി, ഉദ്യമി, കൈകാരിക തജ്ഞ, എഞ്ചിനീയർ, എല്ലാരും മുത്താലിമീങ്ങ ഉസ്താദുമാരോ ഇതിലൊക്കെ വിളിച്ചോണ്ട് വന്ന് വാനിൽ വെയിറ്റ് ദൂരത്ത്. ആട്ട് നല്ല കാര്യമേ, അത് വേണോ വേണ്ടെന്നല്ല. എന്റെ മൂത്തബ്ബ വരാത്തോ ഓട്ടോട്ടെ കേട്ടാൽ മേൽ ചൊന്നും തോന്നുന്നുണ്ടാ? അത് ഞങ്ങളെ ജാഗന്റെ വിഷയത്തിൽ തർക്കമുണ്ട്. അയാൾ വിളിച്ചിട്ടില്ല, അയാൾ ഞാൻ മുണ്ടൂല്ല, അല്ലണ്ടേ അങ്ങനെ വിളിക്കാത്ത. അല്ല, നിങ്ങൾ ഹജ്ജിക്ക് പോണ്ടല്ലോ പോവാ. ഇത് കേൾക്കണം. നിങ്ങൾ ഹജ്ജിക്കല്ലേ പോന്നേ? നിങ്ങൾ പരിശുദ്ധമായ കഅബക്കല്ലേ പോന്നേ? അല്ലാഹുവിന്റെ അതിഥിയായിട്ട് പോന്നല്ലേ? അൽ ഹജ്ജാജു വൽ അമ്മാറു വഫ്തുല്ലാഹ്. നിങ്ങൾ അള്ളാന്റെ വിളി കേട്ടിട്ട് പോന്ന അള്ളാന്റെ അതിഥിയായിട്ടല്ലേ പോന്ന്, അള്ളാന്റെ ഗഷ്ടായിട്ടല്ലേ പോന്ന്. അപ്പൊ നിങ്ങ ഇതെല്ലാം മറക്കണല്ലേ? മുന്നായത് പോയതെല്ലാം പൊറുക്കണല്ലേ? അയാൾക്ക് മാപ്പാക്കണല്ലേ? എന്നയാളോട്ട് ചൊന്നിട്ടാകുമ്പോ അയാൾ ചൊന്നും ദ്രകുന്നുണ്ടാ? എന്തുസ്താദ് എബേ അള്ള പൊരുത്തപ്പെട്ടകും ഞാൻ അയാൾക്ക് പൊരുത്തപ്പെടാല്ല. സീനിയർ അള്ള പൊരുത്തപ്പെട്ടെങ്കിൽ ഓൻ പൊരുത്തപ്പെടുന്നില്ല. അങ്ങനത്തെ നിന്റെ പുറത്ത് ആർക്ക് പോകണം ഇവിടെ? അതെന്ത് പുറത്ത് അങ്ങനത്തത്? അള്ള പൊരുത്തപ്പെട്ടെങ്കിൽ ഞാൻ പൊരുത്തപ്പെടാല. എന്ത് ഓയന്ത്രി അല്ലാട് ചൊന്നോ ഓയന്ത്രി ഒന്നോ? അല്ലാഹു മഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി. പോ പടച്ചോനെ, നക്ക് നീ എല്ലാം പൊറുക്കണം. ആർക്ക്? ഓണുകു. ഈ ഓണുകില്ലേ, ഈ നാളെ പോണ്ട ഓണുകു മൈക്കാൾ എയർപോർട്ടിൽ നിന്ന് പോണ്ടല്ലോ. ഓണക്കല്ല എല്ലാം പൊറുക്കണമല്ല. വാഞ്ച നേരം നിസ്കാരത്തിന് തൂവായിരുന്നു. അങ്ങനെ പഠിച്ചോനെ അല്ലാഹു മഗ്ഫിർലി മാ ഖദ്ദംതു മുന്നായത്, ഒമാ അഖർതു ഞാൻ ആണ്ടത്, ഒമാ അലൻതു ഞാൻ അറിഞ്ഞത്, പിന്നെ
ആരും കാണാണ്ട് നാണെന്തൊക്കെ ആക്കിയത്, പരസ്യമായിട്ടൊന്നും അപ്പുറപ്പുറാക്കിയത്. പിന്നെ ഒമാൻ താലമു ബിഹി മിന്നി, നന്റൊട്ട് എന്തെല്ലാം തപ്പോ അത് ഇതെല്ലാം ഉണ്ടു, അതെല്ലാം നീ നക്ക് പൊറുക്കണോ അല്ല. 5 നേരം നിസ്കരിച്ചിട്ട് ദ്വാരുന്നുണ്ടുള്ളൂ ഈ മനുഷ്യ. ഇപ്പർ വന്നിട്ട് ചൊന്നന്തര കൊന്തുണ്ട അവനുക്ക് അല്ല പൊരുത്തപ്പെട്ടവും നാണ് ഇയാൾക്ക് പൊറുക്കാല്ലേ. ഓണുക്കെല്ലാം അല്ല പൊറുക്കണോ, ഓണുക്ക് ഒരു പസ പോലും ബാക്കിയാക്കാണ്ട് അല്ല പൂഞ്ഞിട്ട് പൊറുക്കണം. ആയെങ്കില ഈ കാട്ടകന്നാലിക്ക് ഇയാൾക്ക് പൊറുക്കം മനസ്സില്ല. ഓൻ ഹജ്ജിക്ക് പോണ്ടോ, ഓനക്ക് നല്ലത് സിസിക്ക് പോണ്ടത്, പൈസ മുതലാവും. മൈസൂർ പാലസ് പോയിട്ട് വടേറ കണ്ടിട്ട് വന്നെങ്കിൽ പിന്നെയും കൊണമേ. ഓൻ എന്ത് ഹജ്ജിക്ക് പോണു? എന്താ ഹജ്ജ്? എന്ത് ടൂറാ? എന്ത് പ്രവാസയാത്? അത് പ്രവാസതാണ് ഹജ്ജ്. എല്ലാം മറന്നിട്ട് പൊരുത്തപ്പെട്ടിട്ട് പരസ്പരം ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ട് പോണ്ടതല്ലേ. ഇത് മൂത്തമ്മ വേണ്ട, മൂത്താപ്പ വേണ്ട. ഏതാണ് ഈ കുടുംബം? മദീനയിലേക്ക് മുസ്തഫായ നബി തങ്ങൾ ചൊല്ലുന്നു, മദീനയിലേക്ക് മുസ്തഫായ റസൂലുള്ള ചൊല്ലുന്നു. 53-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് നബി തങ്ങൾ ആദ്യമായി മദീനയിലേക്ക് ചെല്ലുന്ന സമയം, മദീന നാട് കാണുന്ന സമയം, മദീന മണ്ണ് ചവിട്ടിയ നേരം, ആ നാട്ടുകാരെ ഫസ്റ്റ് കണ്ട ടൈമോളോ, ഫസ്റ്റ് കണ്ട ടൈമോളോ ആ മദീനക്കാരോടല്ല മുസ്തഫായ നബി തങ്ങൾ ചൊന്നു കൊടുത്തിട്ടുണ്ടാ. പിന്നെ അവർക്ക് പറഞ്ഞു കൊടുത്ത വേലേതറിയാ, അവരോട് ഉപദേശിച്ച ഉപദേശം ഏതറിയാ, മദീനക്കാർക്ക് പറഞ്ഞു കൊടുത്ത ഉപദേശം എന്തറിയോ? നിങ്ങ അല്ലാഹനെ പേടിക്കണോ എന്നല്ല, നിങ്ങ സ്വർഗത്തിലേക്ക് പോണ്ട പണിയെടുക്കണോ എന്നല്ല, നിങ്ങ നരകത്തിനെ പേടിക്കണോ എന്നല്ല, നിങ്ങ 5 നേരം കൃത്യമായിട്ട് നിസ്കരിക്കണോ എന്നല്ല. അതല്ല ചൊന്നുറു. പിന്നെ ഫസ്റ്റ് മദീനക്കാരെ കാണുമ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഫസ്റ്റത്തെ ഉപദേശം എന്തര കൊണ്ടുണ്ട? ഹബീബായ റസൂലുള്ള പറയുകയാണ്, അതേ അഫ്ഷുസലാം, നിങ്ങ അപ്പുറ കാണുമ്പോ സലാമു ചൊല്ലണോ. നിങ്ങ സലാം മറക്കു തീരാ. ജൂതന്മാർക്ക് നല്ലോണം അസൂയുള്ള ഒരു വിഷയമായിട്ടിക്കട് ഞങ്ങ അപ്പുറ സലാം ചൊല്ലേത്. ഇന്നൽ യഹൂദ ലാ യസ്ദു വഇന്നഹും ലാ യസ്ദൂനനാ അലാ ഷൈഇൻ കമാ യസ്ദൂന അലാ സലാമി വഅലാ ആമീൻ. ജൂതന്മാർക്ക് ഞങ്ങളോട് വല്ലാത്ത പക, ഞങ്ങളോട് വല്ലാത്ത നഞ്ചി, ഞങ്ങളെ ഉള്ളിങ്ങനെ കത്തിക്കൊണ്ടുള്ളത് ഞങ്ങ അപ്പുറ സലാം ചൊല്ലിയ വിഷയത്തിലായിട്ടിക്കട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങക്ക് വേണമായിട്ട് സലാം കുറക്കു തീറ, സലാം ചൊല്ലാണ്ടിക്ക തീറ. നിങ്ങൾ സലാം ചൊല്ലണം. നിങ്ങൾ സലാം ചൊല്ലുന്നത് വർദ്ധിപ്പിക്കണം, ധാരാളമാക്കണം. അത് പ്രാർത്ഥനയാണ്, അത് ദുആയാണ്, അത് നല്ലൊരു അഭിവാദനമാണ്. ഇസ്ലാമിന്റെ നമസ്കാര വാചകം അസ്സലാമു അലൈക്കും. എന്താ ഇതിന്റെ അർത്ഥം? അള്ളാഹു നിങ്ങളെ കാക്കട്ട്, അള്ളാഹു നിങ്ങളെ സലാമത്താക്കട്ട്. മാഷാ അല്ലാഹ്, എത്ര നല്ല അർത്ഥം. അങ്ങനത്തെ ഒരു പ്രാർത്ഥന, അങ്ങനത്തെ ഒരു സമാധാനത്തിന്റെ റാഹത്തിന്റെ ഒരു അഭിവാദന വാചകം വേറെ ലോകത്തില്ലേ ഇല്ല. വേറെ നിങ്ങൾ ഏത് വേണമെങ്കിൽ എടുത്തു നോക്കറോ, ഇതുപോലത്തെ ഒരു വാചകം ഇല്ല. ഉണ്ടാ ഇപ്പൊ അല്ലേ ഇംഗ്ലീഷ് സംസ്കാര, യൂറോപ്യൻ സ്റ്റൈൽ അല്ലേ അല്ലേ അല്ലേ, പാശ്ചാത്യ സ്റ്റൈൽ. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്, ഹായ് ബ്രോ, ല്ലേ ഹായ് ഹൂയ്, ക്യാ ഹേ ബ്രോ, അസ്സലാമു അലൈക്കും. ഞമ്മ അപ്രാങ്ങണ അസ്സലാമു അലൈക്കും, ഹായ് ബ്രോ ഹൂയ് ബ്രോ അല്ലേ ഇരിക്കട്ടെ, അത് അസ്സലാമു അലൈക്കും. പിന്നെ ഗുഡ് നൈറ്റ്, ഇൻഷാ അല്ലാഹ് നാളെ കാണാവല്ലേ, ഗുഡ് നൈറ്റ് GD. ക്യാ ഹേ, എന്ത് ഗുഡ് നൈറ്റ്? ആർക്കും ഗുഡ് നൈറ്റ്? ഗുഡ് നൈറ്റ് വേണ്ടെന്നല്ല, അതിന്റെ അർത്ഥം നോക്കൂ നിങ്ങൾ. അത് എല്ലായിടത്തേക്കും ഫിറ്റാ. അസ്സലാമു അലൈക്കും എല്ലായിടത്തേക്കും ഫിറ്റ്, വഅലൈക്കും സലാം എല്ലാവർക്കും ഫിറ്റ്. ആസ്പത്രിയിൽ കിടന്നിട്ട് ഗുൾഗൂസ് കയറ്റോണ്ടുള്ള മനുഷ്യ അവിടെ ചെന്നിട്ടു അസ്സലാമു അലൈക്കും. അള്ളാഹു നിങ്ങളെ കാക്കട്ടെ. തണ്ണി കോരിട്ട് മേളെത്തിയിട്ടേയില്ല, തൊക്കുന്തടി കൈ റട്ടല്ല കടഞ്ഞി പിടിച്ചിട്ട് ഇയാൾ ഒരു മാതിരിയായി. ഇനും 10 വട്ടം വലിച്ചെങ്കിലേ മേളെത്തു. അപ്പൊ പോയിട്ട് നാണ് അസ്സലാമു അലൈക്കും. അള്ളാഹു നിങ്ങളെ സലാമത്താക്കട്ടെ. ഫിറ്റല്ലേ? അയാൾ അപ്പം ഓപ്പോസിറ്റ് വഅലൈക്കും സലാം നിങ്ങളെയും. അതേ സമയത്തിൽ ഈ ആസ്പത്രിയിൽ കടന്നിട്ടുണ്ട്, ഗുൾഗൂസ് കയറ്റിയിട്ട് ഇയാൾ ഞരമ്പേ കിട്ടിയിട്ടില്ല, ചൊട്ടി ലാസ്റ്റ് ഒന്ന് കിട്ടി വണങ്ങിയത്, ഡോക്ടർ കയറ്റിക്കൊണ്ടുള്ള. അതിന്റെ ഇടയ്ക്ക് ഇയാൾ മൂക്കുൽ കൗത്തറോടുള്ള പൈപ്പെല്ലാം കയറ്റിയിരു, പൊക്കുളിടോടെയും 2 പൈപ്പ് പോയിരു. ഇയാൾ നമ്പലത്തിൽ പെടപെടച്ചുണ്ടുണ്ടു. ഓന്റെ അടുത്ത് പോയിട്ട് 9:10 ഇയാള് അളിയാ നൗഷാദ് ഗുഡ് നൈറ്റ്. അള്ളാഹ് കാത്തു. ഓണക്ക് ഇംഗ്ലീഷ് അറിയാത്തത് അറിഞ്ഞു നിങ്ങൾ ഗുൾഗൂസിന്റെ ബോക്സിൽ വെക്കട്ടെ എന്റെ തെർമുക്കു. ഹലോ സാർ, എന്താ അർത്ഥം? എന്ത് നല്ല ചാവൂ? ആർക്ക് നല്ല ചാവൂ? ഓൻ പെടപെടച്ചോണ്ടൂടെ
നല്ല ജാവുള ಅವ ಈ ಮೀತಗ ಮೇಳ ಒಂದು ನಮ್ಮ ಮೇಳ ಬೋಂಡು ಜಾಗ ಓಡುನು ಮೇಲ್ಪತ್ರ ಜಾಗ ಉಂಟಲ್ಲ ಪಡ ರಾಯತ್ತಕ್ಕೆ പോകുമ്പോ ಕೈ ಇಲ್ಲಿ ಕೈ പോകുമ്പോ അങ്ങടെ പോകുമ്പോ ತಗೊಂಡೆ 3 ടയർ ചക്ര പഞ്ചറായിടും ടയർ പഞ്ചർ സ്റ്റെപ്പിന് ടയറും ഇല്ല അത് മുന്നേ പഞ്ചറായിട് ഓനക്ക് കാത്തിടോ മറന്നത് അതിന്റെ ഇടയിൽ വേറെ ആരും ബണ്ടും ഇല്ല ഇല്ല ജാ ഒരു ഫോൺ തന്നെ 10 അല്ലെങ്കിൽ ഉച്ചക്ക് നട്ടുച്ച 12:10 പാവം ഇഴിഞ്ഞിട്ട് അതിനെ എങ്ങനെ ജാക്കി ഇട്ടിട്ട് ഏറ്റിയിട്ട് തിരിച്ചിട്ട് ഇതിന്റെ ത്രെഡ് ഇത് തിരിയുന്നുമില്ല, ഇതിന്റെ ബോൾട്ട് തിരിയുന്നുമില്ല. ഓനിലുള്ള എല്ലാ സ്പാനറും നോക്കിയ 9, 8, 7 നഹി 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 സറാബി നഹി ബണ്ടയില്ല. ഓൻ വേർത്തിട്ട് കുളിച്ചിറ. ഓന്റെ ഉമ്മ പെറ്റിട്ട് ഇന്നോളം ഓൻ ഇത്ര പേർത്തിട്ടില്ല. ഓ അങ്ങനെ ആയിടാ മനുഷ്യ. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ബാക്കിൽ പോയിട്ട് മെല്ലെ നടന്നോണ്ട് പോയിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഞാൻ പോയിട്ടുള്ള പോകുമ്പോഴത്തേക്ക് ഓനെ കണ്ട് ഹായ് അബ്ബാസ് ഗുഡ് ആഫ്റ്റർനൂൺ നല്ല ഉച്ച. ആ ടയറിൽ വെക്കാത്തെന്തോ കൊണ്ടുണ്ടാ ഓണക്ക് അതിന്റെ അർത്ഥം പിടിയായിട്ടില്ല. നോക്കാണ്ട് നോക്കി അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു സലാമത്താക്കട്ടെ. ടെൻഷൻ ആക്കണ്ട. എത്ര നല്ല ഫിറ്റ്. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടല് വേണ്ടത്. നിങ്ങൾ അപ്പുറപ്പുറ കാണുമ്പോ സലാം നല്ലോണം ചൊല്ലണോ. നല്ല മുകുൾന ഗതിരിയിട്ട് പുഞ്ചിരി പിന്നെ തൂകിയിട്ട് മുഖത്തൊരു പാൽ പുഞ്ചിരി നോക്കും. ഒരു പാൽ പുഞ്ചിരി തൂകിയിട്ട് നിങ്ങൾ നല്ല പോലെ സലാമു ചൊല്ലണോ. പെണ്ണുങ്ങ സലാമു ചൊല്ലണോ. മോള് ഉമ്മക്ക് ചൊല്ലണോ, ഉമ്മ മോളുക്ക് ചൊല്ലണോ. അമ്മായി മറുമോളുക്ക് ചൊല്ലണോ, മറുമോൾ അമ്മായിക്ക് ചൊല്ലണോ. സ്വബൈക മക്കയിൽഞ്ഞിട്ട് സ്കൂള് പോകുമ്പോഴത്തേക്കോ ഹായ് മോണോ ടാറ്റാ ടാറ്റാ നാക്കണതല്ല. ഉമ്മ ഉൾഗത്തുനിന്ന് ടാറ്റാ നാക്കുമ്പോ അബ്ബ ഇപ്പുറത്ത് ബിർല. എന്ത് ടാറ്റ ബിർല ചെല്ല്. അത് റോട്ടിലെല്ലാം പോണ്ട കിടാവത്. ഉള്ള ആയിരക്കണക്കിന് ബണ്ടിന്റെ ഇടയിൽ ചീരിപ്പായുന്ന വാഹനത്തിൽ പോകുന്ന കിടാവത്. വൈകുന്നേരം ഏതോ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ പോയിട്ട് പഠിക്കുന്ന കിടാവത്. ജാഗ്രത വേണ്ടേ, അല്ലാഹു കാക്കണ്ടേ. അപ്പൊ നീ നല്ല ചന്തത്തിൽ ചെല്ല്. അസ്സലാമു അലൈക്കും കുഞ്ഞ്, അസ്സലാമു അലൈക്കും ഉമ്മ, അസ്സലാമു അലൈക്കും മോളോ. അല്ല നിന്റെ കാക്കട്ടെ, അല്ല നിന്റെ സലാമത്താക്കട്ടെ. എത്ര ആൾമാർ ചൊന്നാള് ആംബുലൻസ് കയറ്റിയ പോലെ 1.5 കിലോന്റെ ബാഗും 3.5 കിലോന്റെ ചോറും കയറ്റിട്ട് എന്റെ അണ്ണാക്കിൽ പിണ്ടിരിക്കീരാ. അസ്സലാമു അലൈക്കും ചൊല്ലു നേരെ. നിങ്ങൾ ശരിക്കും എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. നിങ്ങൾ അങ്ങനെ ആക്രമാന്നല്ലോ സുബൈ കണിച്ചിട്ട്. ഞാൻ ശരിക്കും വേണ അടിയോൾട്ടല്ല അത്. നിങ്ങൾ ഇത് കോമഡിയാ എന്ത് ജോക്ക എന്ത് പേരിട്ടെങ്കിലും മോശമില്ല. സംഗതി യാഥാർത്ഥ്യല്ലേ, ഇതൊരു സത്യമല്ലേ, ഇതൊരു പരമാർത്ഥല്ലേ. അങ്ങനല്ല ഞങ്ങൾ വേണായോ. മദീനക്കാരെ കണ്ടപ്പോ നബി തങ്ങൾ ഫസ്റ്റ് അങ്ങോട്ട് ചൊന്നു അഫ്ഷുസലാം അഫ്ഷുസലാം വഅത്ഇമുത്താം വസിലുൽ അർഹാം വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. നിങ്ങൾ അപ്പുറപ്പുറ സലാം ചൊല്ലണോ. ഒന്നോ പിന്നൊന്നോ വാത്ഇമുത്താം. നിങ്ങൾ ഉണ്ടെങ്കിൽ നല്ല പോലെ അവനും കൊടുക്കണോ. ഇത്ര കഞ്ഞി അവന് നിങ്ങൾ തിമ്മിക്കണോ. അവനക്ക് ഭക്ഷണം കൊടുക്കണോ. പാവപ്പെട്ടവർക്കും സാധുക്കൾക്കും അയൽവാസികൾക്കും നല്ലോണം ചോറ് വെച്ചിട്ട് കൊടുക്കണോ. ചോറ് കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്, വലിയ കൂലിയുള്ള കാര്യമാണ്. ഈ ഷീറിന് കൊടുക്കുന്ന വിഷയമില്ല, അത് വലിയ കാര്യമാണ്. ഷീറിന് കൊടുക്കുന്നത് അത് സിമ്പിൾ വിഷയമൊന്നും അല്ല, അത് ഭക്ഷണം കൊടുക്കുന്നതാണ്. അത് അല്ലാഹു തആലക്ക് അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു അമല് വേറെയില്ല. ഷീറിന് കൊടുക്കുമ്പോ അങ്ങനെ നല്ല ഗട്ടിയിൽ കൊടുക്കണം. ഇത് ഔത്തുക്കു കണ്ടീഷൻ കമ്മിറ്റിക്കാരോ എന്തോ വന്നുണ്ട 300 റുപ്യ പാട 5 തേങ്ങ 25 പത്ര ആയി കൊടുത്തു. എല്ലാവർക്കും കൊടുക്കണേ. ഇത് ജമാഅത്തിന്റെ തീർമാനം അങ്ങനെ അത് സ്വീകരിക്കണേ. ഞങ്ങളെ പള്ളിക്ക് മാലത്തേക്ക് അത് നല്ല കാര്യത്തേക്ക് അങ്ങനെ ആവതുള്ള അങ്ങ് അതാക്കണേ. അത് വേണ്ടിയ പോലെ ആക്കണേ. ആവതില്ലാത്തങ്ങ ഇൻഷാ അല്ലാഹ് കമ്മിറ്റി അങ്ങ് വേറെ എന്തെങ്കിലും സൊല്ലുവാർ സൊല്യൂഷൻ ചൊല്ലുവാർ. അതാ